പരമ്പരയെ സ്മരിച്ചുകൊണ്ട് മാണ്ഡവ്യോപനിഷത്ത്. ഓമിത്യേതദർശനമിദം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവദ്ഭവിഷ്യതി സർവം ഓംകാരൈവ യച്ഛാന്യത്ര കാലാതീതം തദപ്യോംകാരൈവ. സർവം ഹ്യേതദ്ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ സ്വയമാത്മാ ചതുഷ്പാദ്. ജാഗരിതസ്ഥാനോ ബഹിപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുഖ സ്ഥൂലഭു വൈശ്വാനര പ്രഥമപദഃ. സ്വപ്നസ്ഥാനോ അന്ധപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുഖ പ്രവൃത്തഭു തൈജസോ ദ്വിതീയപാദഃ. യത്ര സുപ്തോ ന കഞ്ചന കാമം കാമയതേ ന കഞ്ചന സ്വപ്നം പശ്യതി തസ്സുഷുപ്തം സുഷുപ്തസ്ഥാന ഏകീഭൂതപ്രജ്ഞാനഘനയേവാനന്ദമയോ ഹ്യാനന്ദഭുക്ചേതോമുഖ പ്രാജ്ഞസ്തൃതീയപാദഃ. ഏഷ സർവേശ്വര ഏഷ സർവജ്ഞേഷാന്തര്യാമി ഏഷ യോനിഃ സർവസ്യ പ്രഭാപ്യോ ഹി ഭൂതാനാം. നന്ദപ്രജ്ഞം ന ബഹിപ്രജ്ഞം നോ ഭേദപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം ന പ്രജ്ഞം അദൃശ്യം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം അവ്യപദേശം ഏകാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സാത്മാ സവിജ്ഞേയഃ. സ്വയമാത്മാധ്യക്ഷരം ഓംകാരോ അധിമാത്രം പാദമാത്ര മാത്രാശ്ച പാദ അകാരോ ഉകാരോ മകാര ഇതി. ജാഗരിതസ്ഥാനോ വൈശ്വാനരോ അകാര പ്രഥമാ മാത്ര ആപ്തേരാദിമത്വാദ് വാ മനോദിഹ വൈ സർവാൻ കാമാനാദിശ്ച ഭോതി ഏവം വേദ.
സ്ഥാനത്തൈജസ ഉകാരോ ദ്വിതീയ മാത്ര ഉത്കർഷാദുഭയത്വാത്മാ ഉത്കർഷരിഹ വൈ ജ്ഞാനസന്തതി സമാനസ്യ ഭവതി നാസ്യാദ് ബ്രഹ്മവിദ് കുലേ ഭവതി യം വേദ. സുഷുപ്തസ്ഥാനപ്രൂമകാര തൃതീയ മാത്ര മിതേരപീതിർവാ വ ഇദം സർവം അപീതിശ്ച ഭവതി യം വേദ. മാത്രശ്ചതുർത്ഥോ വ്യവഹാരിക പ്രപഞ്ചോപശമസ്യോ അദ്വൈത ഓംകാര ആത്മൈവ സംവിശതി ആത്മന ആത്മാനം ഏവം വേദ. മാണ്ഡ്യോപനിഷത്തിൽ അവസാനത്തെ മന്ത്രം. ദുർദർശം അതിഗംഭീരം അജം സാമ്യം വിശാരദം ബുദ്ധ്വാ പദം അനാനാത്വം നമസ്കുർമോ യഥാ ബലം. ശാസ്ത്രസമാപ്തവും പരമാർത്ഥ തത്വസ്തുത്യർത്ഥം നമസ്കാരം ഉച്ചരി. ശാസ്ത്രത്തിന്റെ സമാപ്തിയിൽ ശാസ്ത്രം ഏതൊരു പരമാർത്ഥ തത്വത്തെയാണോ വെളിപ്പെടുത്തുന്നത് ആ തത്വത്തെ സ്തുതിക്കുന്നതിന് വേണ്ടി, സ്തുതിക്കുന്നത് അതിന്റെ മഹത്വത്തെ ശ്രോതാക്കൾക്ക് പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? അതിനെ നമസ്കരിക്കുന്നു. നമസ്കാരം ഉച്ചരി. ദുർദർശൻ ദുഃഖേന ദർശനം അസ്യേതി ദുർദർശൻ. ഇതിന്റെ ദർശനം ആയാസകരമാണ്. അവിടെ ദുർദർശം എന്ന് പറഞ്ഞു. ദുഃഖേന ആയാസത്തോടുകൂടിയാണ് ഇതിന്റെ ദർശനം. എന്തുകൊണ്ടാണ് ആയാസം എന്ന് പറഞ്ഞത്? അസ്ഥി നാസ്തി ചതുഷ്കോടി വർജിതത്വാ ദുർവിജ്ഞേയം, ബോധം അല്ലെങ്കിൽ അറിവ്, അസ്ഥി നാസ്തി ഇങ്ങനെയുള്ള ഏതെങ്കിലും കോടികളെ എന്ന് പറഞ്ഞു. അസ്ഥി നാസ്തി അസ്ഥി നാസ്തി 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 ഏതെങ്കിലും ഒരു ഭാഗത്തിലേ നിൽക്കത്തുള്ളൂ. അറിവിന് എന്തിനെങ്കിലും അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന് നിരപേക്ഷമായിരിക്കാൻ പറ്റത്തില്ല. അത് സ്വയം നിരപേക്ഷമാണെങ്കിൽ അതിന് ത്രിപുടി രൂപത്തിൽ അറിയുന്നതിന്, ഈ പ്രപഞ്ചത്തെ അറിയുന്നതിന് അതിന് മായയുടെ സഹായം വേണം. മായയാകുന്ന ഉപാധിയോടുകൂടി ചേർന്ന് അത് അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന് നിരപേക്ഷതയില്ല, പൂർണ്ണതയില്ല. തത്വമാണെങ്കിലോ അത് നിരപേക്ഷമാണ്, പൂർണ്ണമാണ്. അപ്പോൾ ഈ മായായുക്തമായിരിക്കുന്ന മനസ്സുകൊണ്ട് മായാനിരപേക്ഷമായിരിക്കുന്ന തത്വത്തെ അറിയാൻ ശ്രമിക്കുക. അത് അസ്ഥിയെന്നോ നാസ്തിയെന്നോ ഒന്നും അറിയാൻ കഴിയാതിരിക്കുക. അങ്ങനെ വരുമ്പോൾ ദുർവിജ്ഞേയമാണ്. ദുർദർശം ദുർവിജ്ഞേയം എന്നെല്ലാം പറയുന്നത് ഇനി പറയും ഭാഷ്യകാരൻ. അകൃത ബുദ്ധികളെ ഉദ്ദേശിച്ചിട്ടാണ്. രണ്ടും പറയുന്നുണ്ടല്ലോ. ഒരിടത്ത് പറയുന്നത് അനായാസമാണ്, ഒരിടത്ത് പറയുന്നു ഇത് ദുർദർശമാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന വൈരുദ്ധ്യം അത് അദ്വൈതത്തിൽ ആദ്യന്തം ബാഹ്യമായി ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ പ്രതീകമാകും. നേരത്തെ പറഞ്ഞതിന് വിരുദ്ധമാണല്ലോ ഈ പറയുന്നു എന്ന് തോന്നിപ്പോകും.
അത് ഒരിക്കലും തത്വത്തിൽ വൈരുദ്ധ്യം ഉണ്ടായതുകൊണ്ടല്ല. ഒരിടത്തും തത്വത്തിൽ വൈരുദ്ധ്യമില്ല. പിന്നെ ഒരേ തത്വത്തെ തന്നെ പല തലങ്ങളിൽ നിന്ന് വിശദീകരിക്കുമ്പോൾ പല ശൈലിയിൽ വിശദീകരിക്കേണ്ടി വരും. ആ വരുന്ന ശൈലീഭേദത്തെ അതിനെയാണ് നമ്മൾ വൈരുദ്ധ്യമായി കണക്കാക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു വൈരുദ്ധ്യം വാസ്തവത്തിൽ ഇവിടെയില്ല. ഇത് ഒരേ സമയം ദുർദർശവുമായിരിക്കുന്നു, അതേസമയം അനായാസവുമായിരിക്കുന്നു. മനസ്സിന്റെ പക്വത, മനസ്സിന്റെ യോഗ്യത അതില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് ദുർദർശമായിരിക്കുന്നു. മനസ്സിനതിനുള്ള യോഗ്യത വന്നു കഴിഞ്ഞാൽ ഇത് അനായാസമായിരിക്കും. അതാണ് ഭാഷ്യകാരനടുത്ത് പറയുന്നത്. അതേവ അതിഗംഭീരം ദുഷ്പ്രവേശം മഹാസമുദ്രവത് അകൃതപ്രജ്ഞൈഹി. ഗംഭീരം, ഗഭീരം എന്ന് പറഞ്ഞാൽ ആഴമെന്നാണ് അർത്ഥം. ഇവിടെ ആഴമുള്ളത്, അതിഗംഭീരമാണ്, വളരെ ആഴമുള്ളതാണ് എന്നർത്ഥം. എന്നുവെച്ചാൽ ഇതിന്റെ അടിത്തട്ട് കാണാൻ കഴിയില്ല എന്നർത്ഥം. സമുദ്രത്തെ പോലെ ദുഷ്പ്രവേശം, സമുദ്രത്തിന്റെ അടിയിലേക്ക് പോകാൻ സാധ്യമല്ല. പോയാൽ അയാൾ തിരിച്ചു വരത്തില്ല. മഹാസമുദ്രവത്, മഹാസമുദ്രത്തെ പോലെ. പക്ഷെ അതിൽ വളരെ പരിചയമുള്ള ആൾക്കാർക്ക് പോവാം, തിരിച്ചും വരാം. അതിനെക്കുറിച്ചുള്ള അറിവുള്ളവർക്ക്. അകൃതപ്രജ്ഞൈഹി, പ്രജ്ഞയ്ക്ക് ശുദ്ധിയില്ലാത്തവർക്ക് ഇത് സാധ്യമല്ല. അപ്പോൾ പ്രജ്ഞാശുദ്ധി, അതാണ് ഇവിടെ മുഖ്യമായിട്ടുള്ള ഒരു കാര്യം. അഹന്ത, മമത, രാഗദ്വേഷാദികൾ, ഇതിൽ നിന്നെല്ലാം ശുദ്ധമായ പ്രജ്ഞ. ആ പ്രജ്ഞയ്ക്ക് ഇത് വെളിപ്പെടുന്നു. അല്ലാത്തവർക്കോ ഇത് ഒരിക്കലും അടിത്തട്ട് കാണാൻ വയ്യാത്തതാണ്. രണ്ട് ഭാഗത്തെയും പറയുകയാണ്. അതുകൊണ്ട് ഇതിനെ ദുർദർശമെന്നും അതിഗംഭീരമെന്നും എല്ലാം ഇതിനെക്കുറിച്ച് പറയാം. അജം സാമ്യം വിശാരദം അടുത്ത് പറയുന്നു. അതൊക്കെ വിശദീകരിച്ചാണ്. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? പ്രയാസമുള്ളതാണെന്നും ആഴമുള്ളതാണെന്നും അജമായിരിക്കുന്ന, സാമ്യമായിരിക്കുന്ന, സ്വയം വിശാരദം ശുദ്ധമായിരിക്കുന്ന, അസംഗമായിരിക്കുന്ന ഈ തത്വം, സ്വയം ശുദ്ധമായിരിക്കുന്ന തത്വം തന്നെ ശുദ്ധിയില്ലാത്തവർക്ക് വളരെ ദുർഗ്രഹമായി തോന്നുന്നു. അത് സ്വയം ശുദ്ധമാണ്. അസാമ്യം ഏകരൂപത്തിലിരിക്കുന്നു. എന്നിട്ടും അത് പ്രാപിക്കേണ്ടതാണ്, പ്രാപിക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു. ഇതെല്ലാം ബുദ്ധിഭേദമനുസരിച്ചിട്ടാണ്, തത്വത്തിൽ ഭേദമുണ്ടായിട്ടല്ല. ഈദൃക്പദം, അനാനാത്വം, അങ്ങനെയുള്ള സ്ഥാനം, നാനാത്വവർജിതം, നാനാത്വരഹിതമായിരിക്കുന്ന ആ സ്ഥാനം. കാരണം നാനാ ശ്രോതാക്കളോട് പറയുകയാണ്. ഓരോ ശ്രോതാവും തന്നെ അന്യനിൽ നിന്ന് വേറിട്ടറിയുന്നു, തന്റെ ബന്ധമോക്ഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. അപ്പം ഭേദബുദ്ധിയോടുകൂടിയാണ് ഇത് ശ്രവിക്കുന്നത്. പരമാർത്ഥത്തിലോ ഇതിന്റെ ശ്രവണം കൊണ്ട് ആ നാനാത്വമാണ് ഇല്ലാതാകേണ്ടത്. എന്തുകൊണ്ട് ആ തത്വം നാനാത്വവർജിതമാണ്, നാനാത്വരഹിതമായൊരു തത്വത്തെയാണ് പറയുന്നത്. അവിടെ എങ്ങനെ ഞാൻ നീ എന്നുള്ള ഭേദം വരും? എങ്ങനെ സ്വന്തം ബന്ധമോക്ഷങ്ങളെക്കുറിച്ചുള്ള കൽപ്പന വരും? അതൊന്നും വാസ്തവത്തിലില്ല എന്നർത്ഥം. അതുകൊണ്ട് നാനാത്വവർജിതമായിരിക്കുന്ന ആ പദത്തെ ബുദ്ധ്വ
അതിനെ അറിഞ്ഞിട്ട്, അത് അറിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് സംശയം വരും. അവഗമ്യ, അതറിയുന്ന വിഷയമാണോ, ഇതുവരെ പറഞ്ഞ അതാണോ, ഏതറിവുകൊണ്ടാണ് അതിനെ അറിയുന്നത്, ഒരുപാട് ചോദ്യങ്ങൾ വരും. ഇപ്പൊ അറിയുന്നവനും അറിവും അറിയപ്പെടുന്ന വിഷയവും ഒന്നാണോ വേറെയാണോ, അറിവിന് വിഷയമല്ലാത്തതിനെ എങ്ങനെ അറിയാൻ കഴിയും? എന്നാലും അതേ ശബ്ദങ്ങൾ തന്നെ ഉപയോഗിക്കുന്നു. ബുദ്ധ്വ, ജ്ഞാത്വ, അവഗമ്യ, ഇങ്ങനെയെല്ലാം പറയുന്നു. അറിയുന്നതായി കരുതി പറയുന്നു. അപ്പോൾ എന്താ അതിന്റെ താല്പര്യം? അറിയുന്നു എന്ന് പറഞ്ഞാൽ തത്വത്തെ സംബന്ധിച്ച് ശബ്ദങ്ങൾ പല താല്പര്യത്തിനും പ്രയോഗിക്കും, പല വിവക്ഷയിലും പ്രയോഗിക്കും, ശ്രോതാക്കളുടെ ഭേദം അനുസരിച്ച്. പക്ഷേ ഗുരുവിനെപ്പോഴും ശ്രമിക്കേണ്ട എന്താണ്? അതിന്റെ പരമമായ താല്പര്യം എന്താണ്? ആ താല്പര്യത്തെയാണ് ഗ്രഹിക്കേണ്ടത്. അതല്ലാതെയുള്ള അർത്ഥങ്ങളും അതിന് വരാം. ഒരുവൻ ചിലപ്പോൾ അതായിരിക്കും ഗ്രഹിക്കുന്നത് അവന്റെ നിലയനുസരിച്ച്. പക്ഷെ മുഖ്യമായ താല്പര്യം, പരമമായ താല്പര്യം അത് ഗ്രഹിക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ അത് ഗ്രഹിക്കാൻ കഴിയണം. അപ്പൊ എന്താണ് തദ്ബുദ്ധ്വ അവഗമ്യ എന്നെല്ലാം പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? തദ്ഭൂതാഹ സന്തഹ, തത്സ്വരൂപങ്ങളായി ഓരോ ശ്രോതാക്കളും തത്സ്വരൂപമായി എന്നാണ്. അതാണ് എന്നെ അറിയുക എന്ന് പറയുന്നത്. ഈ ഭ്രാന്തിയെ നിരാകരിച്ചിട്ട് ശേഷിക്കുന്ന സ്വരൂപമായി ആ പരമമായ തത്വത്തിലേക്ക് ഉണർന്നു സ്വപ്നത്തിൽ നിന്നും സുഷുപ്തിയിൽ നിന്നും ജാഗ്രതത്തിലേക്ക് ഉണർന്നിട്ട് ആ ലോകങ്ങൾ എങ്ങനെയാണ് ഒരാൾ ഉപേക്ഷിക്കുന്നത്? അവൻ ജാഗ്രത സ്ഥിതനായിരിക്കും, ജാഗ്രതഭൂതനായെന്ന് പറയാം. അവൻ സ്വയം ജാഗ്രത ആയിട്ടിരിക്കുന്നു, സ്വയം ഉണർവായിരിക്കുന്നു. അപ്പൊ സ്വപ്നത്തിന്റെ അവ്യക്തതയില്ല, സുഷുപ്തിയുടെ അജ്ഞതയില്ല, ഒന്നുമില്ല, ഉണർവായി ഇരിക്കുന്നു. അതുപോലെ തദ്ഭൂത തുര്യസ്ഥിതനായി നമസ്കുർമഃ തസ്മൈ പദായ, അതിനെ നമസ്കരിക്കുക, അതിനെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുക എന്ന് പറയും. ഇവിടെ ആചാര്യൻ ആ തത്വവുമായി ഏകീഭവിച്ച് ഗുരുവെന്നോ ശിഷ്യനെന്നോ ബന്ധമെന്നോ മോക്ഷമെന്നോ ഞാനെന്നോ നീയെന്നോ ഉള്ള ഭേദം ഇല്ലാതെ ഭേദശൂന്യനായി സ്ഥിതി ചെയ്യും. ഭേദശൂന്യനായി സ്ഥിതി ചെയ്തിട്ടും വീണ്ടും പറയുന്നു നമസ്കുർമഃ, നമസ്കരിക്കുന്നു. ഈ തത്വത്തെ അറിഞ്ഞിട്ട് നമസ്കരിക്കുന്നു. നമസ്കരിക്കാൻ ഇവിടെ ആരാണ്? നമസ്കർത്താവായിട്ട് ഒരാളില്ല, നമസ്കാര്യമായി മറ്റൊന്നില്ല. എന്നാലും പറയുന്നു നമസ്കരിക്കുന്നു. എന്താണ് നമസ്കാരത്തിന്റെ ഉദ്ദേശം? തസ്മൈ പദായ, ആ പദത്തെ, ആ സ്ഥാനത്തെ നമസ്കരിക്കുന്നു. വാസ്തവത്തിൽ അവിടെ പിന്നെ വ്യവഹാരത്തിന് ഒരവസരമില്ല. സർവഭേദശൂന്യനായിരിക്കുന്ന ഗുരുവിൽ, പരമതത്വമായിരിക്കുന്ന ഗുരുവിൽ വ്യവഹാര ശൂന്യനായിരിക്കുന്ന ആ തത്വത്തിൽ പിന്നെ എങ്ങനെ വ്യവഹാരം വരുന്നു? അവിടെ മനസ്സും വാണിയും പ്രവർത്തിക്കാതെ എങ്ങനെയാണ് നമസ്കരിക്കുന്നത്? അതെങ്ങനെ സംഭവിക്കുന്നു? അതിന്റെ ആവശ്യം എന്താണ്? അതിന്റെ ആവശ്യം, ആ നമസ്കാരത്തിന്റെ താല്പര്യം എന്താണ്? ആ തത്വത്തെ വെളിപ്പെടുത്തുക, അതിന്റെ മഹത്വത്തെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമസ്കാരം. വിദ്യാപാരമ്പര്യത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്, സമ്പ്രദായത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അതിനെ വീണ്ടും സ്തുതിക്കുന്നത്. അതിനെ സ്തുതിക്കുമ്പോൾ അതിന്റെ മഹത്വങ്ങളൊക്കെ പറയേണ്ടി വരും. അതിന്റെ മഹത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അതെന്താണെന്ന് വെളിപ്പെടുത്തണം. അത് അജമാണ്, അതിന് പ്രാപിക്കുന്നതിന്റെ ഉപായങ്ങൾ ഇന്നതൊക്കെയാണ്, അതിനെ പ്രാപിച്ചാലുണ്ടാകുന്ന ഫലം ഇന്നതാണ്.
അതിന്റെ പ്രാപ്തി എന്നാൽ ഇന്നതാണ് ഉദ്ദേശിക്കുന്നത്, ഈ രീതിയിൽ അതിനെ വെളിപ്പെടുത്തും. അങ്ങനെ വെളിപ്പെടുത്തുന്നതാണ് ഇതിനാണ് നമ്മൾ സമ്പ്രദായം, വിദ്യാപരമ്പര എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ആ വ്യവഹാരശൂന്യമായ പദവിയെ പ്രാപിച്ചിട്ട്. അതാണ് അവ്യവഹാര്യമപി, ഇത് വ്യവഹരിക്കത്തക്കതല്ല. അവിടെ ശബ്ദത്തിനോ വാക്കിനോ മനസ്സിനോ ഒന്നും പ്രവർത്തിക്കാൻ സാധ്യമല്ല. അല്ലെങ്കിലും വ്യവഹാരഗോചരത ആപാദ്യ, അതിനെ വ്യവഹാര വിഷയമാക്കിയിട്ട് വ്യവഹാരയോഗ്യമല്ലാത്തതിന് ആചാര്യൻ വ്യവഹാരയോഗ്യമാക്കുന്നു. ബന്ധവും മോക്ഷവും ഇല്ല എന്ന് കണ്ടെത്തിയിട്ട് വീണ്ടും ബന്ധത്തെയും മോക്ഷത്തെയും കണ്ടുകൊണ്ട്, അതാണ് അതിനെ വ്യവഹാരഗോചരമാക്കുക എന്ന് പറയുന്നത്. വ്യവഹാരശൂന്യമാകുമ്പോൾ അവിടെ ബന്ധമോക്ഷങ്ങളില്ല. പക്ഷേ ആ വ്യവഹാരശൂന്യമാണെന്ന് അതിനെ സാക്ഷാത്കരിച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു? അതിന് ബന്ധമോക്ഷങ്ങൾ ഉള്ളതാക്കി തീർക്കുന്നു. എന്ന് പറഞ്ഞാൽ ബന്ധമോക്ഷങ്ങൾ ഉള്ളതായി അതിനെ അവതരിപ്പിക്കുന്നു, അതിന്റെ മഹത്വത്തെ പ്രശംസിക്കുന്നു, വെളിപ്പെടുത്തുന്നു. ആപാദ്യ, അതെല്ലാം പിന്നെ ഉണ്ടാക്കുന്നതാണ്. ആചാര്യന് ശരിക്കും ബോധ്യമുണ്ട്, ബന്ധമോക്ഷ രഹിതനാണ് താൻ. എന്നാലും പ്രപഞ്ചം അനുഭവപ്പെടുന്നു, പ്രപഞ്ചത്തിൽ ബദ്ധരെയും മുക്തനെയും കാണുന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ബദ്ധരായിരിക്കുന്നവർ അത് സത്യമല്ലെന്നറിഞ്ഞിട്ട്, ആ സത്യമല്ലെന്ന് ആ ബന്ധനത്തെ അനുഭവിക്കുന്നവർ ബോധിക്കാത്തതുകൊണ്ട് അതിനെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി, ഈ അനുഭവിക്കുന്ന ബന്ധനം പരമാർത്ഥമല്ല എന്ന് അവരെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി അതിനെ ഉപദേശിക്കുന്നു എന്നത്, ആ തത്വത്തെ വെളിപ്പെടുത്തുന്നു. അത് എങ്ങനെ? യഥാബലം യഥാശക്തി. ആർക്കും ഇതിന്റെ അവസാന വാക്ക് പറയാൻ സാധ്യമല്ല എന്നർത്ഥം. കാരണം അവിടെ വാക്കെത്താത്തത് കൊണ്ട് മനസ്സിൽ എത്തുന്നില്ല. മനസ്സിനോ വാക്കിനോ ഇതിനെ പൂർണ്ണമായും വെളിപ്പെടുത്താൻ വയ്യ. ആചാര്യന് സാധ്യത. ആചാര്യൻ തത്വനിഷ്ഠനായിരിക്കുമ്പോൾ അവിടെ വ്യവഹാരമില്ല. മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി വ്യവഹരിക്കുമ്പോൾ ഈ ഉപാധികളെയൊക്കെ സ്വീകരിക്കേണ്ടി വരും. ഉപാധികളെ സ്വീകരിക്കുമ്പോൾ അവിടെ അതിൻ്റെതായ ഉപാധി സ്വീകരണത്തിൻ്റെതായ അപൂർണത വരുന്നു, പോരായ്മ വരുന്നു. പൂർണ്ണത തത്വത്തിൽ മാത്രമേ ഉള്ളൂ. ഉപാധികളിലേക്ക് കടന്നു വരുമ്പോൾ പിന്നെ അത് പൂർണ്ണ ബലമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറയുന്നു യഥാബലം, പൂർണ്ണശക്തി എന്ന് പറയാൻ യഥാശക്തി, എന്റെ ശക്തിക്കനുസരിച്ച്, ബലത്തിനനുസരിച്ച് ഇതിനെ മറ്റുള്ളവർക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നു എന്നാണ്. പൂർണ്ണമായി ഇതിനെ ആരും വെളിപ്പെടുത്തിയിട്ടില്ല, അത് സാധ്യമല്ല. എന്തുകൊണ്ട്? വെളിപ്പെടുന്നവൻ നിൽക്കുന്ന അവന്റെ തലത്തിലേക്ക് ഇതിനെ വെളിപ്പെടുത്തണം. അവന്റെ തലത്തിൽ വെളിപ്പെടുത്തണമെങ്കിൽ ഈ മായ ആശ്രയിക്കണം. മായയിലൂടെ അല്ലെങ്കിൽ അവിദ്യയിലൂടെയേ വിദ്യയെ വെളിപ്പെടുത്താൻ പറ്റും. അജ്ഞാനത്തിലൂടെ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കാൻ പറ്റും. ഈ അജ്ഞാന കാര്യങ്ങളായിരിക്കുന്ന ഈ ഉപാധികളെ ആശ്രയിച്ച് അത് സാധ്യമാകും. അതുകൊണ്ട് പറയാൻ കഴിയുന്നില്ല എന്താണ്, ഞാൻ എന്റെ പൂർണ്ണ അറിവിനെ എന്റെ പൂർണ്ണ ശക്തിയിൽ പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു അഹംഭാവം, അഹന്ത തത്വജ്ഞാനിയിൽ വരത്തില്ല. കാരണം എന്താണ് ആ തത്വമെന്നും ആ തത്വത്തെ വെളിപ്പെടുത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നും അറിയാം, തത്വജ്ഞനറിയാം. അതുകൊണ്ട് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് കേവലം ഒരു അഭിമാനം. അത്തരൊരു അഭിമാനം തത്വജ്ഞനിൽ വരത്തില്ല. അത് വരാത്തവർക്ക്, ആ തത്വനിഷ്ഠ കൈവരാത്തവർ വേണമെങ്കിൽ ചിലർ പറയാം അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ് എന്നിങ്ങനെ പറയും അഹംബോധത്തോടുകൂടി.
അതുകൊണ്ട് ഈ ജ്ഞാനം ഒരിക്കലും ഒരു അഹംഭാവമല്ല. അത് എന്തെങ്കിലും തന്നിൽ ആരോപിക്കുന്നതല്ല. ആരോപിച്ചാലേ അത് അഭിമാനമായി നിൽക്കും. സർവ്വ ആരോപങ്ങളെയും നിഷേധിക്കുന്നതാണ്. ഒരിക്കലും ഒരു അഹന്തയല്ല. അതുകൊണ്ട് തന്നെയാണ് ആ തത്വനിഷ്ഠയിലും വീണ്ടും നമസ്കരിക്കുന്നത്. നമസ്കാരം എന്ന് പറയുന്നത് ദ്വൈതിയുടെ ഭാവമാണ്. ഇതേ ആചാര്യൻ തന്നെ നമുക്ക് പറഞ്ഞു എന്താണെന്നൊരു നമസ്കാരം അസ്തുതി. നമസ്കാരവും സ്തുതിയും ഇല്ലാത്തതാണ് ആ സ്ഥാനം. അതാണ് പരമാർത്ഥം. പക്ഷെ എന്നാലും പരമാർത്ഥത്തെ സാക്ഷാത്കരിച്ചിട്ടും വീണ്ടും വ്യവഹാരത്തിലൊന്നും ശിഷ്ടാചാരത്തെ പിന്തുടരുന്നു. അപ്പോൾ തത്വനിഷ്ഠനും ശിഷ്ടാചാരം ആവശ്യമാണ്. അത് കാലദേശോചിതമായ ആചാരം, ശിഷ്ടാചാരം അത് ആവശ്യമാണെന്ന് വെളിപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ വേറെ ധാരണ വരും. കാരണം ഇവിടെ ഗുരുവും ശിഷ്യനും ഇല്ലാന്ന് പറഞ്ഞു, നമസ്കരിക്കാൻ ഞാനും നമസ്കരിക്കപ്പെടേണ്ടവനായ ഒരുവനുമില്ല, ബന്ധമോക്ഷങ്ങളില്ല, അതുകൊണ്ട് തന്നെ അത്തരം ആചാരങ്ങളുമില്ല, സാധനയുടെ ആവശ്യമില്ല എന്നല്ല ഇത് ബോധിപ്പിക്കുന്നത്. അങ്ങനെയാണെന്ന് ധരിച്ചു പോകും. സർവത്തെയും നിഷേധിക്കുകയാണ്. എനിക്കിനി ഒന്നും ചെയ്യാനില്ല എന്ന് ധരിക്കാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ് ഇത് വെളിപ്പെടുത്തുന്നു. അനായാസമായി ഗ്രഹിക്കേണ്ടവൻ ഗ്രഹിക്കും. പക്ഷെ ഇത് ദുർദർശവുമാണ്. അതിനുള്ള കാരണം എന്ത്? ആ ശ്രോതാവിന് പക്വതയില്ലായ്മ. അപ്പോൾ അയാളുടെ പക്വതയ്ക്ക് വേണ്ടി വീണ്ടും പരിശ്രമിക്കേണ്ടി വരും. അപ്പോൾ അയാൾ വീണ്ടും തുടക്കത്തിൽ നിന്ന് തന്നെ വരേണ്ടി വരും. അതുകൊണ്ടിവിടെ ഈ പരമമായ തത്വത്തെ വെളിപ്പെടുത്തുമ്പോൾ തന്നെ അധികാരി ഭേദമനുസരിച്ച് എല്ലാ സാധനങ്ങളെയും അംഗീകരിക്കുന്നുണ്ട്, എല്ലാ ശിഷ്ടാചാരത്തെയും അംഗീകരിക്കുന്നുണ്ട്, ഒന്നിനെയും നിഷേധിക്കുന്നുണ്ട്. അത് നിഷേധിക്കാൻ വേണ്ടിയല്ല ഇതിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. തത്വത്തിന്റെ സ്ഥിതി എന്താണ്, സ്വരൂപം എന്താണെന്ന് വെളിപ്പെടുത്തുക മാത്രം. അത് വെളിപ്പെടാത്തിടത്തോളം കാലം മറ്റു ശിഷ്ടാചാരങ്ങളെല്ലാം അംഗീകരിക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇതിന് കാര്യം വ്യാഖ്യാനിച്ചതിന് ശേഷം ഭാഷ്യകാരൻ ഗുരുവിനെ സ്തുതിക്കുന്നു. ഗുരുസ്തുതി എന്ന് പറയുന്ന ഒരു ശിഷ്ടാചാരമാണ്. ഇവിടെ തത്വത്തിൽ ഗുരുവും ശിഷ്യനും ഇല്ല. പിന്നെ എന്തിനു ഗുരുവിനെ സ്തുതിക്കണമെന്ന് ന്യായമായ ഒരു ചോദ്യം ചോദിക്കും. ഈ തത്വം ശ്രവിക്കുന്നവരുടെ മനസ്സിലും അങ്ങനെ വരും. പിന്നെന്താ ഗുരു, എന്താ ശിഷ്യൻ, ആരാരെ നമസ്കരിക്കാൻ എന്ന് ചോദിക്കും. പറയുന്നു അങ്ങനെയല്ല. വ്യവഹാര ഗോചരതാം അപാദ്യം. വാസ്തവത്തിൽ ആ തത്വജ്ഞനായിരിക്കുന്ന ഗുരുവിന് പോലും തന്റെ ഗുരുവിനെ നമസ്കരിക്കേണ്ട കാര്യമില്ല. അവിടെ ഗുരുശിഷ്യഭേദമില്ല. എന്നാലും പറഞ്ഞല്ലോ, ആ തത്വത്തെ മഹത്വപ്പെടുത്താൻ, മറ്റുള്ളവർ ആ തത്വത്തെ ഗ്രഹിക്കാൻ, തനിക്കതുകൊണ്ടൊന്നും നേടാനായിട്ടല്ല, മറ്റുള്ളവർ ആ തത്വത്തെ പിന്തുടരാൻ, ആ സമ്പ്രദായത്തെ, വിദ്യാസമ്പ്രദായത്തെ നിലനിർത്താൻ, ഗുരുശിഷ്യ പാരമ്പര്യത്തെ നിലനിർത്താൻ വേണ്ടി വ്യവഹാരമില്ലെങ്കിലും സ്വയം വ്യവഹാരത്തെ സൃഷ്ടിച്ചിട്ട് ആ ശിഷ്ടാചാരത്തെ അനുഷ്ഠിക്കുന്നു. അങ്ങനെ ഗുരുവിനെ നമസ്കരിക്കുന്നു. ആ തത്വത്തെ നമസ്കരിച്ചുകൊണ്ട് ഗുരുവിനെ നമസ്കരിക്കുന്നു. അതിനടുത്ത് പറയുന്നു, അജമഭിജനിയോഗം പ്രാപദൈശ്വര്യയോഗാത് അഗതിജഗതിമത്താം
പ്രാപദേകം ഹ്യനേകം വിവിധ വിഷയധർമ്മ ഗ്രാഹിമുഗ്ധേക്ഷണാനാം പ്രണതഭയവിഹന്തൃ ബ്രഹ്മയത്തന്നതോസ്മി. ഇതിന്റെ തുടക്കത്തിനും പറഞ്ഞു ബ്രഹ്മയത്തന്നതോസ്മി പാദനസ്തുരീയഃ. അവിടെയും നമസ്കരിച്ചു. ഇവിടെ ആ തത്വത്തെ നമസ്കരിക്കുന്നു. ആ തത്വത്തിനെ തന്നെ അടുത്ത് ഗുരുവിന്റെ രൂപത്തിന് നമസ്കരിക്കുന്നു. ഇവിടെ ഗുരുവും തത്വവും രണ്ടല്ല, ഒന്ന് തന്നെ. ഗുരു സാക്ഷാത് പരംബ്രഹ്മ എന്നാണ്. എന്നാലും ആ തത്വം എന്നുള്ള നിലയ്ക്കും ഗുരു എന്നുള്ള നിലയ്ക്കും നമസ്കരിക്കുകയാണ്. പറയുന്നു അജമഭി ജനിയോഗം പ്രാപത്. വാസ്തവത്തിൽ അത് അജമാണ്, പക്ഷെ ജനിയോഗത്തെ അത് പ്രാപിച്ചു, എന്ന് വെച്ചാൽ ജന്മത്തെ പ്രാപിച്ചു. അപ്പോ വാസ്തവം എന്ന് പറയുന്നത് അജം, ജന്മത്തെ പ്രാപിച്ചു എന്ന് പറയുന്നത് ഭ്രാന്തി. അതുകൊണ്ടാണ് അജമപി എന്നുള്ള ശബ്ദം ഉപയോഗിച്ചത്. അങ്ങനെ ജനിയോഗത്തെ പ്രാപിച്ച് എങ്ങനെ ഐശ്വര്യയോഗ, തന്റെ മായാശക്തി കൊണ്ട്, മായ ഐശ്വര്യങ്ങളെ കൊണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഗുരു ആ ഗുരുത്വത്തെ സാക്ഷാത്കരിച്ചിട്ടും വീണ്ടും നമസ്കരിക്കുന്നു. എന്തുകൊണ്ട് ഐശ്വര്യയോഗ? ഐശ്വര്യബന്ധം കൊണ്ട്, ഐശ്വര്യശക്തിയുടെ ബന്ധം കൊണ്ട്, ഈശ്വരീയമായ ശക്തി, ഈശ്വരീയമായ ശക്തിയെ ആശ്രയിച്ചു കൊണ്ടുവന്നു. കാരണം ഗുരുവിന്റെ നമസ്കാരവും ശിഷ്യന്റെ നമസ്കാരവും തമ്മിലുള്ള വ്യത്യാസം. ഗുരു ഭേദശൂന്യനാണെങ്കിലും തന്റെ ഐശ്വര്യമായ ശക്തിയെ സ്വീകരിച്ചുകൊണ്ട് വീണ്ടും ദ്വൈതത്തെ കൃത്രിമമായി സൃഷ്ടിച്ചിട്ട് ഗുരുവിനെ ശ്രേഷ്ഠനായി കണ്ടും നമസ്കരിക്കുന്നു. അതാ ഐശ്വര്യശക്തി ആശ്രയിച്ചിട്ടാണ്. ആ നമസ്കാരം തത്വബോധത്തിൽ നിന്നുകൊണ്ട് തന്നെ, തത്വബോധം നഷ്ടപ്പെടുത്തിയിട്ട്. ശിഷ്യൻ അങ്ങനെയല്ല. അവൻ അജ്ഞനായി രാഗദ്വേഷങ്ങളെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് ചിലപ്പോൾ സത്യസന്ധമായി, ചിലപ്പോൾ കപടമായി, പല രീതിയിൽ അവൻ നമസ്കരിക്കും. അതല്ല ഇവിടെ പറയുന്നു. എങ്ങനെയാണോ പരമമായ തത്വം ആ ദിവ്യമായ ഐശ്വര്യത്തെ സ്വീകരിച്ചുകൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ഉണ്ടാക്കാൻ കഴിവുള്ള, അതാണ് അതിനെ ദിവ്യമെന്ന് പറഞ്ഞു, ഈശ്വരീയമെന്ന് പറഞ്ഞു. ഈശ്വരനിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന അതിനെ സൃഷ്ടിച്ചുകൊണ്ട് ജനിയോഗത്തെ പ്രാപിച്ചു ജീവനായി മാറി. അഗതിച്ച ഗതിമത്താം പ്രാപി. ഗതി ഇല്ലാത്തവനാണ്, പക്ഷെ അവൻ ഗതിമത്തായി മോക്ഷം വരെ ഉള്ള ഗതിയെ പ്രാപിക്കുന്നവനായി മാറി. ഗതിഗമനം സഞ്ചാരം മാത്രമല്ല, പരലോകഗമനം മാത്രമല്ല, പരമഗതിയായ മോക്ഷം അതും ഈ ഐശ്വര്യയോഗം കൊണ്ട് സംഭവിച്ചതാണ്. വാസ്തവത്തിൽ അവിടെ മോക്ഷമൊന്നൊന്നുമില്ല, ആ സ്വരൂപത്തിൽ നിന്ന് വേറിട്ടങ്ങനെ ഒന്നില്ല. എന്നാലും അത് സംഭവിച്ചു, ഐശ്വര്യത്തെ പ്രാപിച്ചു. ഐശ്വര്യം കൊണ്ട് അതിനെയും പ്രാപിക്കുന്നു. ഏകം ഹ്യനേകം പ്രാപത്. ഏകമായിരുന്നിട്ട് അവൻ അനേകനായി തീർന്നു, അനേക ജീവന്മാരായി. ഗുരുശിഷ്യ ഭേദം വന്നു, ജീവേശ്വര ഭേദം വന്നു, അനേകമായി തീർന്നു. ഇതെല്ലാം ഐശ്വര്യയോഗം കൊണ്ടാണ്, ആ ദൈവിക ശക്തി കൊണ്ടാണ്. ഇതുവരെ തത്വത്തിൽ സംഭവിക്കുന്നതാണ് ഈ സംസാരം, പ്രപഞ്ചം, അനന്ത ജീവന്മാർ എല്ലാം ഒരു തത്വത്തിൽ സംഭവിക്കുന്നതാണ്. ഇങ്ങനെ അനേകമായി തീർന്ന് വിവിധ വിഷയധർമ്മഗ്രാഹി മുഗ്ധേക്ഷണാണ്. ഇങ്ങനെ പലതായി തീർന്നപ്പോൾ
ജന്മത്തെ പ്രാപിച്ചു, ഗതിയെ പ്രാപിച്ചു, അനേകമായി തീർന്നു. അങ്ങനെയായി തീർന്നപ്പോൾ വിവിധ വിഷയധർമ്മഗ്രാഹി, വിവിധ വിഷയങ്ങളെ ഗ്രഹിക്കുന്നവരായി തീർന്നു. മുഗ്ധേക്ഷണാന, അവരുടെ ബോധം മോഹിതമായി, മോഹിച്ചുപോയി, സത്യത്തെ അറിയാൻ കഴിയാതെ വന്നു. എന്തുകൊണ്ട്? അനേകത്തെ ഗ്രഹിക്കുന്നതുകൊണ്ട്. മുഗ്ധേക്ഷണന്മാരായി, മോഹിതന്മാരായി. അങ്ങനെ ആയിത്തീർന്നെങ്കിലും ഏകമായിരിക്കുന്ന ആ തത്വം തന്നെ മോഹിതമായി തീർന്നു. അതെങ്ങനെയാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നുവെങ്കിലും പ്രണതഭയവിഹന്ത് ഈ കൂട്ടത്തിൽ നിന്ന് ആരാണോ ഈ തത്വത്തെ പ്രണമിക്കുന്നത്, നമിക്കുന്നത്, അവരുടെ ഭയത്തെ ഇല്ലാതാക്കിത്തീരുന്നു, അവരുടെ സംസാര ഭയത്തെ ദൂരീകരിക്കുന്നു. അപ്പോൾ അവിടെ രണ്ടു കാര്യങ്ങളും പറയുകയാണ്. ഒന്ന്, അതേ ഒരു തത്വം തന്നെ മോഹിതൈക്ഷണനായി എന്നാണ് പറഞ്ഞത്. ബോധം നഷ്ടപ്പെട്ടവനായിത്തീർന്നു. അങ്ങനെ ബോധം നഷ്ടപ്പെട്ടവനായിട്ടും അവന്റെ ആ സ്വരൂപസ്ഥിതിക്ക് വേണ്ടി അവൻ തത്വം അതായിരിക്കെ പരമാർത്ഥത്തിൽ, പക്ഷെ അവൻ മോഹിതനായതുകൊണ്ട് അവനെ നമിക്കേണ്ടി വരുന്നു. ആ തത്വത്തെ നമിക്കേണ്ടി വരുന്നു. അങ്ങനെ നമിക്കുന്നതുകൊണ്ട്, എന്നുവെച്ചാൽ തത്വത്തെ പിന്തുടരുന്നതുകൊണ്ട് അവന്റെ ഭയം ഇല്ലാതായിത്തീരുന്നു. പ്രണത ഭയവിഹന്ത, അങ്ങനെയുള്ള ബ്രഹ്മത്തെ പറയുന്ന ഏതൊരു ബ്രഹ്മമാണോ സ്വയം ബന്ധനസ്ഥനായി, ഏതൊരു ബ്രഹ്മമാണോ സ്വയം അതിൽ നിന്ന് മോചിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്, ആ ബ്രഹ്മത്തെ എത്തന്നതോസ്മി, അതിനെ ഞാൻ നമസ്കരിക്കുന്നു. ഈ ബന്ധമോക്ഷങ്ങളെല്ലാം നിലനിർത്തുകയും ബന്ധമോക്ഷങ്ങളെല്ലാം നിഷേധിക്കുകയും ചെയ്യുന്ന ആ ബ്രഹ്മതത്വത്തെ, അജ്ഞതയിൽ ഇതെല്ലാം നിലനിൽക്കുന്നു, വിജ്ഞതയിൽ സർവ്വം നിഷേധിക്കപ്പെടുന്നു. അങ്ങനെയുള്ള ബ്രഹ്മത്തെ നമിക്കുന്നു, അതിന് ഞാൻ നമിക്കുന്നു. ശിഷ്ടാചാരം അനുസരിച്ച് താൻ അതിനെ നമസ്കരിക്കുന്നു. അതിനെ നമിച്ചുകൊണ്ട് ആ തത്വത്തെ വെളിപ്പെടുത്തുന്നു ശ്രോതാക്കൾക്ക് വേണ്ടി. അജമഭിജനിയോഗം പ്രാപതൈശ്വര്യയോഗാത് അഗതിജഗതിമത്താം പ്രാപതേകം ഹ്യനേകം വിവിധ വിഷയധർമ്മഗ്രാഹി മുഗ്ധേക്ഷണാനാം പ്രണതഭയവിഹന്തൃ ബ്രഹ്മയത്തന്നതോസ്മി. പ്രണതഭയവിഹന്തൃ ബ്രഹ്മയത്തന്നതോസ്മി. പ്രജ്ഞാവൈശാഖവേദ ക്ഷുഭിതജലനിധേർവേദനാമ്നോന്തരസ്ഥം ക്ഷുഭിതജലനിധേർ വേദനാമ്നോന്തരസ്ഥം ഭൂതാന്യാലോക്യഭഗ്നാൻ അവിരതജനനഗ്രാഹഘോരേ സമുദ്രേ കാരുണ്യാദുദ്ധധാര അമൃതമിതമമരേർദുർലഭം ഭൂതഹേതോ യസ്തം പൂജ്യാഭിപൂജ്യം പരമഗുരുമമും
പാതൈർനതോസ്മി. അടുത്തത് പരമഗുരുവിനെ നമസ്കരിക്കുകയാണ്. പ്രജ്ഞാ വൈശാഖവേദക്ഷുഭിത ജലനിധേർ വേദനാമനഃ. വേദനാമനഃ, വേദം എന്നു പേരുള്ള, വേദം എന്നറിയപ്പെടുന്ന, അതാണ് വേദനാമനഃ. ജലനിധി, സമുദ്രം, വേദസമുദ്രം എന്നർത്ഥം. ഇവിടെ വേദത്തെ തന്നെ ഒരു സമുദ്രമായി രൂപകം ചെയ്യുകയാണ്. ആ വേദസമുദ്രത്തിൽ എന്ത് ചെയ്തു? പ്രജ്ഞാ വൈശാഖവേദക്ഷുഭിത. പ്രജ്ഞാവൈശാഖം, പ്രജ്ഞയാകുന്ന കടകോൽ, മന്ഥനത്തിന് ഉപയോഗിക്കുന്ന കടകോൽ. അതെന്താണ്? ഇവിടെ പ്രജ്ഞ തന്നെ. ഇവിടെ പ്രജ്ഞ എന്ന് പറയുന്നതുകൊണ്ട് ആചാര്യന്റെ ശുദ്ധമായ, ഏകാഗ്രമായ, സാത്വികമായ പ്രജ്ഞ. ആ പ്രജ്ഞയെ തന്നെ ആചാര്യൻ ഒരു കടകോലാക്കി. എന്നിട്ട് അതുകൊണ്ട് വേധനം ചെയ്തു, കടഞ്ഞു. അതിനാൽ ക്ഷുഭിതമായ ജലനിധി. അതുകൊണ്ട് ആ ജലനിധി, അതായത് സമുദ്രം ഇളകി മറിഞ്ഞു. അങ്ങനെയാണല്ലോ ഇവിടെ സമുദ്രം മഥനം ചെയ്തു. മന്ധരപർവ്വതത്തെ കടകോലാക്കി സമുദ്രത്തെ മഥനം ചെയ്തു. ദേവന്മാരും അസുരന്മാരും കൂടി അതിൽ നിന്ന് അമൃതം വന്നു. അതിനോട് ഭൂമിക്കുകയാണ്. ഇവിടെയും സമുദ്രമുണ്ട്, പക്ഷെ അത് വേദസമുദ്രമാണ്. അതിനെ മഥനം ചെയ്തു. മഥനം ചെയ്തപ്പോഴാണ് അതിന്റെ അടിയിലുണ്ടായിരുന്ന ദിവ്യമായ വസ്തുക്കളെല്ലാം പുറത്തു വന്നത്. അതുപോലെ അതിനെയും മഥനം ചെയ്തു. പക്ഷെ അവിടെ കടകോലായി ഉപയോഗിച്ച എന്താണ്? സ്വന്തം പ്രജ്ഞയെ തന്നെ, തന്റെ പരിശുദ്ധമായ പ്രജ്ഞയെ, പ്രതിഭയെ അതുപയോഗിച്ചിട്ടാണ് അവിടെ മന്ഥനം ചെയ്തത്. എന്നുവെച്ചാൽ അവിടെ സൂചിപ്പിക്കുന്ന എന്താണ്? ആ ഗുരുവിന്റെ ശ്രവണമനനങ്ങളെ സൂചിപ്പിക്കുക. ആത്മമനനത്തിലൂടെ, അതും വേദപ്രമാണത്തെ സ്വീകരിച്ചുകൊണ്ട്, വെറുതെ പൂർവാചാര്യന്മാരുടെ അനുഭവ രൂപത്തിലുള്ള ആ വേദപ്രമാണത്തെ അതിനെ പിന്തുടർന്ന് മനനം ചെയ്തു. എന്തെങ്കിലും മനനം ചെയ്തിട്ട് കാര്യമില്ല. ആ വിദ്യാ പാരമ്പര്യത്തെ ഉപേക്ഷിച്ചിട്ട് മനനം ചെയ്തിട്ട് കാര്യമില്ല. ആ വിദ്യാ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് അതിനെ സൂചിപ്പിക്കുക. അതുകൊണ്ടാണ് അവിടെ ആ ഗുരുവിനെ നമസ്കരിക്കേണ്ടി വരുന്നത്. ആണ് പ്രജ്ഞാ വൈശാഖ വേദക്ഷുഭിത ജലനിധേർ വേദനാമനഃ. അന്തരസ്ഥം, അതിന്റെ ഉള്ളിലുള്ള അമൃതം, അന്തരസ്ഥമായിരിക്കുന്ന, അതിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നതായ അമൃതം. അമൃതമിതം. എങ്ങനെയുള്ള അമൃതം? അമരേർ ദുർലഭം. അവിടെ പാലാഴി കടഞ്ഞപ്പോ കിട്ടിയ അമൃത്, അത് ദേവന്മാർക്ക് പ്രാപ്യമായി. അതുകൊണ്ടാണ് അവർ അമരന്മാരായത്. പക്ഷെ അമരത്വം ആപേക്ഷികമായിപ്പോയി. ആ അമരത്വം അവർക്ക് നഷ്ടപ്പെട്ട് വീണ്ടും മനുഷ്യരാകേണ്ടി വരും. അതുകൊണ്ട് അവർക്ക് കൂടി ദുർലഭമായിരിക്കുന്നതാണ് ഇവിടെ ഗുരു കടഞ്ഞെടുത്ത അമൃതം. അതാണ് ഇവിടെ വെളിപ്പെടുത്തിയ ആത്മബോധം. അതാണ് ഇവിടുത്തെ അമൃതം. അത് അമരന്മാർക്ക് കൂടി ദുർലഭമാണ്. പാലാഴി കടഞ്ഞിട്ടും അവർക്കത് കിട്ടിയില്ല. അവർക്ക് ദീർഘായുസ്സിനുള്ള അമൃതത്വമേ കിട്ടിയുള്ളൂ. സംസാര നിവൃത്തിക്കുള്ള അമൃത് അവർക്ക് കിട്ടിയില്ല.
ഇവിടെ അങ്ങനെയുള്ള അമരീരവി ദുർലഭം അമൃതം, അന്തരസ്ഥം അമൃതം, അത് ഉദ്ധാര, ആ അമൃതത്തെ കടഞ്ഞെടുത്തു, നിഷ്പന്നമാക്കി, പ്രകാശിപ്പിച്ചു എന്നർത്ഥം. തത്വബോധം എന്നുള്ള നിലയ്ക്ക് തന്നെ ആചാര്യൻ പ്രകാശിപ്പിച്ചു. ആർക്കു വേണ്ടിയാണ് പ്രകാശിപ്പിച്ചത്? എന്തുകൊണ്ട് പ്രകാശിപ്പിച്ചു? കാരുണ്യം കൊണ്ട്. അതിന് മറ്റൊന്നുമില്ല, അതിന് കാരുണ്യമെന്നേ പറയാവൂ. തത്വം പ്രകാശിപ്പിച്ചത് ഇവിടെ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഗ്രന്ഥരൂപത്തിൽ പ്രകാശിപ്പിച്ചത് ആ പരമഗുരുവിന്റെ കാരുണ്യമാണ്. നേരത്തെ പറഞ്ഞല്ലോ, നമസ്കരിക്കേണ്ട ആവശ്യമില്ലെങ്കിലും നമസ്കരിക്കുന്നു ആ തത്വത്തെ വെളിപ്പെടുത്താൻ വേണ്ടി. തനിക്ക് കാരുണ്യം കാണിക്കാനായി അന്യനായി ആരുമില്ല. ആ ഒരു തത്വത്തെയാണ് ഗ്രഹിച്ചിരിക്കുന്നത്. ആരോട് കാരുണ്യം കാണിക്കാനാണ്? ഏകനായിരിക്കുന്ന അദ്വൈതനായിരിക്കുന്ന ഗുരുവിന് കാരുണ്യം കാണിക്കാൻ ഇവിടെ രണ്ടാമതൊരാളുണ്ടോ? ഇല്ലെങ്കിലും ഇല്ലാത്ത നമസ്കാരത്തെ സൃഷ്ടിച്ചതുപോലെ അത്തരം ഒരു കാരുണ്യത്തെ ഐശ്വര്യയോഗ, നേരത്തെ പറഞ്ഞല്ലോ, ഐശ്വര്യയോഗം കൊണ്ട് അങ്ങനെ ഒരു കാരുണ്യത്തെ സൃഷ്ടിച്ചത്. ആ കാരുണ്യം കൊണ്ട് എന്തു ചെയ്തു? ഭൂതാന്യാലോക്യമഗ്നാനി അഭിരത ജനനഗ്രാഹ ഘോരേ സമുദ്രേ. മഗ്നാനി ഭൂതാനി ആലോക്യ, ഭൂതഹേതു, ആ ഭൂതങ്ങൾക്ക് വേണ്ടി, ജീവന്മാർക്ക് വേണ്ടി. ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവന്മാര്. എങ്ങനെയുള്ള ജീവന്മാര്? അവിരത ജനന ഗ്രാഹ ഘോരേ സമുദ്രേ. അവിരത ജനനമായിരിക്കുന്ന, നിരന്തര ജനനമായിരിക്കുന്ന ഗ്രാഹം, അതാണ് ഇതിലെ മുതലകൾ. സമുദ്രത്തെ തരണം ചെയ്യുന്നവനെ ഭക്ഷിക്കുന്ന മുതലകൾ എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? ജനനം തന്നെ. ഈ ശരീരങ്ങൾ സ്വീകരിക്കുന്നത് തന്നെ ഇവിടുത്തെ മുതല. ആ മുതലകളെ കൊണ്ട് ഘോരമായിരിക്കുന്ന ഈ സമുദ്രം, സംസാര സമുദ്രം, ആ മുതലകളെ കൊണ്ട് ഇതെങ്ങനെ ഘോരമാകുന്നു? കാരണം ഈ ശരീരം സ്വീകരിക്കുന്നു. ജനനത്തോടുകൂടിയാണ് ഇതിനെ സർവവും. എല്ലാ ദ്വന്ദ്ങ്ങളും സുഖദുഃഖങ്ങളും ബന്ധവും എല്ലാം അനുഭവിക്കുന്നത് ഈ ജനനത്തോടുകൂടിയാണ്. അതുകൊണ്ട് ആ ജനനത്തെ തന്നെ പറയുന്നു, ഈ ജന്മസ്വീകരണത്തെ തന്നെ പറയുന്നു, ഇതൊരു ഗ്രാഹമാണ്, ഇതൊരു മുതലപിടുത്തമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഘോരമായിരിക്കുന്നു. ഈ ജനനത്തിൽ നിന്ന് മോചിക്കാൻ കഴിയുന്നു. മുതലയെ ഒഴിവാക്കിയിട്ട് സമുദ്രത്തെ തരണം ചെയ്യാൻ പറ്റുന്നില്ല, മറിച്ച് അതിന്റെ വായിലകപ്പെടുന്നു. അതുപോലെ ഘോരമായിരിക്കുന്ന ഈ സംസാര സമുദ്രത്തിൽ മഗ്നാനി, മുഴുകിയവർ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് കയറാൻ വേണ്ടി ശ്രമിച്ചിട്ടും കയറാൻ കഴിയാത്തവർ, പല ഉപായങ്ങളിലൂടെ ഇതിനെ തരണം ചെയ്യാൻ ശ്രമിച്ചിട്ടും ഇതിൽ തന്നെ പെടുന്നവർ, ജനന മരണ രൂപത്തിലുള്ള ഈ ഗ്രാഹത്തിന്റെ വായിൽപ്പെടുന്നവരായ ഭൂതാനി ജീവന്മാരെ ആലോക്യ, കണ്ടിട്ട്, അതാണ് താൻ ഈ തത്വത്തെ സാക്ഷാത്കരിച്ച് തത്വനിഷ്ഠനായി നിത്യനിർവൃതനായി കൃതകൃത്യനായി സ്ഥിതി ചെയ്യുകയാണ് ഗുരു. അങ്ങനെ സ്ഥിതി ചെയ്യുമ്പോഴും എങ്ങനെയാണോ താൻ തത്വസ്ഥിതനായിരുന്നിട്ട് വീണ്ടും ആ തത്വത്തെ നമസ്കരിക്കുന്നത്, ആ തത്വസ്ഥിതനായിരുന്നു കൊണ്ട് തന്നെ എങ്ങനെയാണോ ആ തത്വത്തെ വെളിപ്പെടുത്തുന്നത്, അതുപോലെ ഇവിടെ ഇങ്ങനെ സംസാരമഗ്നരായിരിക്കുന്ന ജീവന്മാരെയും കാണുന്നുണ്ട്. പ്രകാശത്തിൽ നിന്നുകൊണ്ട് ഇരുട്ടിനെ കാണുന്നത് പോലെ. അതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അത് സംഭവിക്കുന്നു. ഗുരുവിന് സംസാരത്തിൽ പെട്ടിരിക്കുന്നവരെ കാണാൻ കഴിയും. ആ മായയുടെ ശക്തിയെ കാണാൻ കഴിയും. ബന്ധിപ്പിക്കുന്ന ആ വിദ്യാശക്തിയെയും
ബന്ധിപ്പിക്കുന്ന അവിദ്യാശക്തിയെയും മോചിപ്പിക്കുന്ന വിദ്യാശക്തി രണ്ടിനെയും തിരിച്ചറിയാൻ കഴിയും. അതാണ് വിവേകം. അപ്പൊ ആ ബന്ധനശക്തിക്ക് അടിമപ്പെട്ടിരിക്കുന്ന ജീവന്മാരെ കാണുന്നു എന്നാണ്. അത് കാണാൻ കഴിയും. സ്വന്തം അജ്ഞാനം നഷ്ടപ്പെട്ടെങ്കിലും അന്യന്റെ അജ്ഞാനം നിലനിൽക്കുന്നതായി കാണും. അത് കാണുന്നു. അങ്ങനെ ഭൂതാന്യ ആലോക്യ ഭേദത്തിന് കാരണമായിരിക്കുന്ന ആ മായാശക്തി തന്നിൽ അടങ്ങിയെങ്കിലും അന്യനിൽ അത് വീണ്ടും പ്രവർത്തിക്കുന്നതായി കാണുന്നു. താനെന്നും അന്യനെന്നുമുള്ള വാസ്തവ ഭേദം നഷ്ടപ്പെട്ടെങ്കിലും വ്യാവഹാരികമായ ഭേദത്തെ കാണുന്നു, കാൽപ്പനികമായ ഭേദത്തെ കാണുന്നു. അതാണ്. അപ്പോ എന്തിന് വീണ്ടും ഗുരു ഉപദേശിക്കുന്നു? തനിക്ക് ഭേദമില്ല, തനിക്ക് ഭ്രമമില്ല, എല്ലാത്തിൽ നിന്നും മുക്തനായി. താൻ ഈശ്വരൻ എന്നുള്ള ഭേദമില്ലാത്തപ്പോ താൻ ജീവൻ എന്നുള്ള ഭേദവും ഇല്ലാതിരുന്നിട്ടും വീണ്ടും ആരെ കണ്ടുകൊണ്ടാണ് ഉപദേശിക്കുന്നത്? അതാണ് പറയുന്നത്. എന്താണ്? പരമാർത്ഥത്തിൽ അതില്ല എന്നറിയുന്നു. പക്ഷേ കാൽപ്പനികമായി ഭ്രമാത്മകമായി ഇവിടെ ജീവനും ബന്ധനവും വീണ്ടും തുടരുന്നതായി അറിയുന്നു. അവിടെ അതുകൂടി ശരിയാകും. അതുകൊണ്ട് ആ ഭൂതങ്ങളെ ജീവന്മാരെ കണ്ടിട്ട് ഈ ഘോര സമുദ്രത്തിൽ മുഴുകിക്കിടക്കുന്ന ജീവന്മാരെ കണ്ടിട്ട് ഈ അമരന്മാർക്ക് കൂടി ദുർലഭമായിരിക്കുന്ന ഈ അമൃതത്തെ ഉദ്ധാര ഇതിനെ വെളിപ്പെടുത്തി കടഞ്ഞെടുത്തു ഭൂതഹേതോഹോ. അത് ഹേതുവായിട്ട് തന്നിൽ ഇതിനുള്ള നിമിത്തങ്ങളൊന്നുമില്ല, തന്നിൽ സംസാരവുമില്ല. പക്ഷെ ഇതിനെല്ലാം ആ ഭൂതങ്ങൾ ഹേതുക്കളായിരിക്കുന്നു, മറ്റ് ജീവന്മാർ അതിന് ഹേതുക്കളായിരിക്കുന്നു എന്നാണ്. പരമാർത്ഥത്തിലല്ല, പരമാർത്ഥത്തിൽ മറ്റ് ഭൂതങ്ങളിലെ ഭേദമില്ല. പക്ഷെ ആ തത്വജ്ഞനും വീണ്ടും വ്യവഹാരം അവശേഷിക്കുന്നു. ഈ ശരീരത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങൾ അത് ശേഷിക്കുന്നു. അപ്പോൾ ആ ശരീരത്തെ ആശ്രയിച്ച് അവിടെ വ്യാവഹാരികമായ ഭേദം നിലനിൽക്കുന്നു. ആ ഭേദത്തിലൂടെ ബന്ധനസ്ഥനായിരിക്കുന്ന അന്യജീവന്മാരെ കാണുന്നു. അവർക്ക് വേണ്ടി ഇതിനെ വെളിപ്പെടുത്തുന്നു. അങ്ങനെ വെളിപ്പെടുത്തിയ യഹ ഏതൊരുവനാണോ തം പൂജ്യ അഭിപൂജ്യം. പൂജ്യനെന്ന് പറഞ്ഞാൽ പോരാ, പൂജ്യന്മാരിലെല്ലാം പൂജ്യരായിരിക്കുന്നു. സർവരും പൂജ്യരാണ്, സർവരും ആത്മസ്വരൂപികളാണ്. അതുകൊണ്ട് സർവരും പൂജ്യരാണ്. പക്ഷേ ഗുരു അങ്ങനെയല്ല, അഭിപൂജ്യനാണ്, അതിലുപരി പൂജ്യനാണ്. എന്തുകൊണ്ട്? സർവരും ആത്മസ്വരൂപികൾ ആണെങ്കിലും അവരതറിയുന്നില്ല, അവർക്കത് വെളിപ്പെടുത്താൻ കഴിയുന്നില്ല, അവർക്ക് മറ്റൊരുവനെ സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുന്നില്ല. ഗുരു അങ്ങനെയല്ല, അതിനെ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് പൂജ്യനായി തന്നെ ഇരിക്കുന്നു. അപ്പോ ഇവിടെ മനസ്സിലാക്കി തരുന്ന കാര്യം അതാണ്. ഇവിടെ ബന്ധവും മോക്ഷവുമില്ല, ഗുരുവും ശിഷ്യനുമില്ല, എങ്കിലും ഗുരു പൂജ്യനായി തന്നെ ഇരിക്കുന്നു. പരമാർത്ഥത്തിൽ അതില്ലെങ്കിലും വ്യവഹാരത്തിൽ അതുണ്ട്. വ്യവഹാരത്തിൽ അതിനെ ആശ്രയിച്ചേ മതിയാവും. അപ്പൊ ഗുരു പൂജ്യനായി തന്നെ തീരുന്നു. അതുകൊണ്ട് വേദാന്തം പഠിക്കുന്നതുകൊണ്ടോ അദ്വൈതം മനസ്സിലാക്കുന്നുകൊണ്ടോ ആരും ഗുരുത്വത്തെ നിഷേധിക്കുന്നില്ല, ആരും നിഷേധികളായി മാറുന്നില്ല. അങ്ങനെ ആരെങ്കിലും മാറുമെന്ന് പറഞ്ഞ് വേദാന്തത്തെ നിങ്ങളുടെ അദ്വൈതത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെ ആരും മാറ്റുന്ന, അങ്ങനെ ആരെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ അതത് ശരിയായി മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അജ്ഞനെ സംബന്ധിച്ച് ഈ ഭേദങ്ങളെല്ലാം നിലനിൽക്കുന്നു.
ബന്ധം, മോക്ഷം, ഗുരു ശിഷ്യൻ എന്ന്. ഇത് തത്വത്തെ ഗ്രഹിച്ചവനും അത് അംഗീകരിക്കുന്നു. അജ്ഞനെ സംബന്ധിച്ച് അത് നിലനിൽക്കുന്നു, പരമാർത്ഥത്തിലല്ലെങ്കിൽ. അതുകൊണ്ട് അജ്ഞനെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്നത് എന്താണോ, എല്ലാ ശിഷ്ടാചാരങ്ങളും അത് നിലനിൽക്കണം. ആ ശിഷ്ടാചാരത്തെ നിഷേധിക്കാൻ വേണ്ടി ഒരു അദ്വൈതവും പറയുന്നില്ല. ആ ശിഷ്ടാചാരത്തിന്റെ അങ്ങനെ അത് നിലനിൽക്കണമെന്ന് വന്നതുകൊണ്ടാണ് പണ്ട് ആ ശിഷ്ടാചാരത്തിന്റെ ഭാഗമായി ജാതിയും വർണ്ണവുമൊക്കെ പണ്ട് ആചാര്യന്മാർ നിലനിർത്താൻ ശ്രമിച്ചത്. ഞാൻ അതിലേക്ക് കിടക്കുകയല്ല. ഇവിടെ പറയുന്നത് ശിഷ്ടാചാരം എന്ന് പറയുമ്പോൾ ദേശകാലോചിതമായ ശിഷ്ടാചാരം. ആ ശിഷ്ടാചാരങ്ങൾ സാധകന്മാര്, ജിജ്ഞാസുക്കൾ ഒരേത് തത്വം മനസ്സിലാക്കിയാലും ശരി, ആ ശിഷ്ടാചാരങ്ങളെ വെടിയാൻ പാടില്ല, അത് പാലിക്കണം. അദ്വൈതം ഗുരുസന്നിധി, ഗുരുവിന്റെ സന്നിധിയിൽ അദ്വൈതം പാടില്ല. എന്നുവെച്ചാൽ അദ്വൈത തത്വത്തെ കേട്ടിട്ട് ഗുരുവിന്റെ സന്നിധിയിൽ ഞാനും ഗുരുവും തമ്മിൽ വ്യത്യാസമില്ല, നമ്മൾ ഒന്നാണ് എന്ന് ഭാവിച്ചുകൊണ്ട് വ്യവഹാരങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ ചിലർ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ജ്ഞാനം നേടിയിട്ട് ചെയ്താലെന്താ? അങ്ങനെ കടന്നു ചിന്തിക്കുന്നവർ കാണും. ശരി, ജ്ഞാനം നേടുന്നത് വരെ ഒന്നും വേണ്ട, ജ്ഞാനം നേടിയാലോ? ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ പിന്നെ അതുവരെ നമസ്കരിച്ചാൽ മതിയല്ലോ. ഒരു ഡേറ്റ് വയ്ക്കുക, 2010 ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏതെങ്കിലും ഒരു മാസം, എന്നുവെച്ചാൽ ജ്ഞാനം നേടുന്ന ദിവസം. ഈ പറയുന്നതൊക്കെ അതുവരെ മതിയല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ ഗുരുവും ഞാനും തമ്മിലൊരു വ്യത്യാസമില്ല. ഞാനും തുര്യസ്ഥിതൻ, ഗുരുവും തുര്യസ്ഥിതൻ, പിന്നെ ആരാരെ നമസ്കരിക്കാം? അങ്ങനെ ഈ സംശയം വരാം. അതുവരെ മതിയല്ലോ ഇതൊക്കെ. അതുവരെയുള്ള സംശയങ്ങളെല്ലാം അതോടുകൂടി പരിഹരിക്കും. ഇപ്പോഴേ പരിഹരിക്കേണ്ട കാര്യമില്ല, അവിടെ എത്തട്ടെ. ആ സംശയങ്ങൾക്കെല്ലാം അവിടെ സമാധാനം വരും. ഇവിടെ അതല്ല പറയുന്നത്. ഒരിക്കലും അദ്വൈതം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരരുത്. സാധനകളെ ഒന്നിനെയും നിഷേധിക്കുന്നു, ജപത്തെയോ ധ്യാനത്തെയോ കർമ്മയോഗത്തെ നിഷേധിക്കുന്നില്ല, ഗുരുവിനെ ശിഷ്യനെയും നിഷേധിക്കുന്നു, ബന്ധത്തെയും മോക്ഷത്തെയും ഒന്നും നിഷേധിക്കുന്നു. പരമാർത്ഥത്തിൽ ഇതിനെയൊക്കെ നിഷേധിക്കുന്നതാണ് തത്വമെങ്കിലും. അപ്പൊ പിന്നെ ഇതിനെ നിഷേധിക്കുന്നില്ല എന്ന് പറയുന്നത് എവിടെ? ഒരു ശിഷ്യന്, ഒരു സാധകന് ഇതിനെയൊന്നും നിഷേധിക്കുന്നില്ല. തത്വം ഇതിനൊക്കെ ഉപരിയാണെന്ന് വെളിപ്പെടുത്തുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഏത് തത്വത്തെ ശ്രമിച്ചാലും ശരി, അവനവന് ബോധ്യപ്പെടും താൻ എവിടെയാണ് നിൽക്കുന്നത്, തന്റെ നില എന്താണ്. തന്റെ നിലയിൽ നിന്നുകൊണ്ട് തനിക്ക് പറ്റിയ സാധനകൾ അത് തുടരുക തന്നെ വേണ്ടിവരും. അതിൽ ഒരിടത്തും തന്നെ ഏത് പരമമായ നിലയിലെത്തിയാലും അവിടെ തത്വത്തിന്റെ പേരിൽ ഗുരുവിനെ നിഷേധിക്കുന്നില്ല. ഒരിടത്തും ഗുരുശിഷ്യ ബന്ധത്തെയും നിഷേധിക്കുന്നില്ല. അങ്ങനെ ഒരു കാര്യം അദ്വൈതത്തിൽ പഠിപ്പിക്കുന്നേ. അതിന് തെളിവാണ് എന്താണ്? സ്തുതിയും നമസ്കാരവും ഇല്ല, അതാണ് പരമാർത്ഥം എന്ന് പറഞ്ഞ അതേ ആചാര്യൻ തന്നെ ഇവിടെ പറയുന്നു, പരമഗുരും അമും. ആ പരമഗുരുവിനെ പൂജ്യ അഭിപൂജ്യം, പൂജ്യന്മാരിൽ വെച്ചെല്ലാം പൂജ്യനായിരിക്കുന്ന ആ പരമഗുരുവിനെ പാദപാദൈഹി, പാദങ്ങളിൽ പതിച്ചുകൊണ്ട് എന്നാണ്. ആ ഗുരുവിന്റെ പാദങ്ങളിൽ പതിച്ചുകൊണ്ട്, അങ്ങനെ 2 പാദശബ്ദം. ആ പാദങ്ങളിൽ എന്നാദ്യം പാതൈഹി പതിച്ചുകൊണ്ട്, നതോസ്മി ഞാൻ നമസ്കരിക്കുന്നു. ഇവിടെ ആചാര്യനെ സംബന്ധിച്ച് അഹംഭാവമില്ല, നമസ്കരിക്കാനായിട്ട് താൻ ഒരാളില്ല, ഭേദമേ ഇല്ല. എങ്കിലും പറയുന്നു അസ്മി, ഞാനത് ചെയ്യുന്നു എന്നാണ്. ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ആചാര്യന് അഹന്ത വന്നു. അഹന്തയില്ലാതെ എങ്ങനെ ഞാനെന്ന് പറയാൻ കഴിയും? അഹന്തയുള്ളവനല്ലേ അത് പറയുന്നത്. അതിനൊക്കെ സമാധാനമാണ് നേരത്തെ പറഞ്ഞത്. എന്താണ്? സർവൈശ്വര്യ യോഗ.
അപ്പോൾ ആ സാത്വികമായ മായാശക്തിയെ സ്വീകരിച്ചുകൊണ്ട് ആചാര്യനും ശിഷ്ടാചാര്യത്തെ പരിരക്ഷിച്ചുകൊണ്ട് വ്യവഹരിക്കുന്നു. അതാണ് അതിന്റെ താല്പര്യം. അതുകൊണ്ടിത് ഗുരുവിനെ നിഷേധിക്കുന്നതല്ല അദ്വൈതം. അതുകൊണ്ട് തന്നെ അത് ശാസ്ത്രത്തെ നിഷേധിക്കുന്നു. ചിലരങ്ങനെ ഉണ്ട്. ആധ്യാത്മികതയിൽ ശാസ്ത്രത്തെ നിഷേധിക്കണം. അങ്ങനെ നിഷേധിക്കുന്നില്ല. അതെങ്ങനെയാണോ ഗുരുവും ശിഷ്യനും ഇല്ല എന്ന് പറഞ്ഞത്, അതേ അർത്ഥത്തിലാണ് പറഞ്ഞത്. ശാസ്ത്രമില്ല എന്ന് പറഞ്ഞത്. ശാസ്ത്രമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എപ്പോഴെങ്കിലും നമുക്ക് ഗുരുവും ശിഷ്യനും ഒക്കെ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, എപ്പോഴെങ്കിലും സാധനകൾ ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ ശാസ്ത്രവും വരും. അതും മുഖ്യമാണ്. ഗുരുവിനുള്ളതുപോലെയുള്ള പ്രാധാന്യം ശാസ്ത്രത്തിനുണ്ട്. എന്താണ്? അത് ഗുരുവിന്റെ വാക്കാണ്. ഒരു ഉപായം എന്നുള്ള നിലയ്ക്ക് തന്നെ ഒരിടത്തും നിഷേധിക്കുന്നില്ല. തത്വത്തിൽ സർവത്തെയും നിഷേധിക്കുന്നു. അതിനെ രണ്ടിനെയും രണ്ടായി കണ്ടു തന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ അദ്വൈതം ഒരു തലതിരിഞ്ഞ പഠനമാവും. അദ്വൈതം പഠിക്കുന്നവൻ അഹങ്കാരിയായും നിഷേധിയായും അങ്ങനെ ഉള്ള അറിവുള്ളവനായും ലോകത്ത് പ്രത്യക്ഷപ്പെടും. അങ്ങനെയൊന്നും അദ്വൈതത്തിലില്ല. അദ്വൈതം ഒരിക്കലും ആരെയും അഹങ്കാരിയാക്കുന്നില്ല, ആരെയും തലതിരിക്കുന്നില്ല, അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ആ തലതിരിഞ്ഞ് മനസ്സിലാക്കി ഇതെല്ലാം സംഭവിക്കും. അങ്ങനെ മനസ്സിലാക്കുന്ന പണ്ഡിതന്മാരുമുണ്ട്. വാസ്തവത്തിൽ അവർ പാമരന്മാർ തന്നെയാണ്. എല്ലാത്തിനെയും നിഷേധിക്കാൻ വേണ്ടിയാണിത് എന്ന് കരുതുന്നത്. അത് ശരിയല്ല. പ്രജ്ഞാ വൈശാഖവേധക്ഷുഭിതജലനിധേർ വേദനാമ്നോന്തരസ്ഥം ഭൂതാന്യാലോക്യമഗ്നാൻ അവിരതജനനഗ്രഹഘോരേ സമുദ്രേ കാരുണ്യാദുദ്ധധാരാമൃതമിതമരൈർദുർലഭം ഭൂതഹേതോർ യസ്തം പൂജ്യാഭിപൂജ്യം പരമഗുരുമമം പാദപാദേർനതോസ്മി. ഇവിടെ പരമഗുരു എന്ന് പറഞ്ഞത് അടുത്ത് മേ ഗുരു, എന്റെ ഗുരു എന്ന് പറയുന്നു. ഗുരു ഒരു തത്വം എന്നുള്ള നിലയ്ക്ക് പരമഗുരു എന്ന് പറയുമ്പോൾ എല്ലാ ഗുരുക്കന്മാരും ഉൾപ്പെടും. എല്ലാ ഗുരുക്കന്മാരും ഒന്നുമില്ല. ആത്മാവ് ഏകമായിരിക്കുന്ന പോലെ ഗുരു ഏകമാണ്. അതറിയാൻ വയ്യാത്തവരാണ് തന്റെ ഗുരുവിനെ പുകഴ്ത്തുകയും മറ്റുള്ളവരുടെ ഗുരു എന്ന് കരുതുന്നവനെ ഇകഴ്ത്തുകയും ചെയ്യുന്നു. എന്റെ ഗുരു ശ്രേഷ്ഠനാണ്, മറ്റവന്റെ ഗുരു മോശക്കാരനാണെന്ന് പറയുന്നത് അറിയാൻ വയ്യാത്തവനാണ്. ഗുരുതത്വം ഒന്നേ ഉള്ളൂ. ഒരാൾക്ക് എവിടെയെങ്കിലും അങ്ങനെ ഒരു ശ്രദ്ധ, ഗുരുത്വത്തിന്റെ പേരിലൊരു ശ്രദ്ധയുണ്ടായ ആ ശ്രദ്ധയ്ക്ക് ഒരിക്കലും ഒരു ചലനം മറ്റുള്ളവരുണ്ടാക്കാൻ പാടില്ല. അത് തെറ്റാണ്. ആർക്കെങ്കിലും മറ്റേതെങ്കിലും തരത്തിലുള്ള ശ്രദ്ധയല്ല. ഗുരു എന്നുള്ള സങ്കല്പം എവിടെയെങ്കിലും വന്നു കഴിഞ്ഞു ആ വ്യക്തിയെ ഇനി വേറൊരാൾ അയാൾ പോരാ, മോശമാണ്, അയാൾ ശരിയായ ഗുരുവല്ല, അങ്ങനെ ഇനി മറ്റാർക്കെങ്കിലും തോന്നിയാലും ശരി, ഒരിക്കലും ഗുരുവിന്റെ ശ്രദ്ധയിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ പാടില്ല, ഒരു വ്യതിചലനം അതിൽ സംഭവിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഗുരു എന്ന ഭാവം വന്നു കഴിഞ്ഞാൽ ഒരുവനെ ആശ്രയിക്കുന്നത് ആ ഗുരു എന്ന് പറയുന്ന തത്വത്തെയാണ്, വ്യക്തിയെ. ആ തത്വം പലതില്ല, ഒന്നേ ഉള്ളൂ. എല്ലാവരും ആ തത്വത്തെ തന്നെയാണ് ആരാധിക്കുന്നത്, എല്ലാവരും ആ ഒരു തത്വത്തെ തന്നെയാണ് പിന്തുടരുന്നത്. ഒരു തത്വത്തിന്
പല പേര് വരുന്നത് പോലെ ഒരു തത്വം തന്നെ പല ഗുരുക്കന്മാരായി പല വിദ്യാസമ്പ്രദായങ്ങളായി. അദ്വൈതം എന്ന് പറയുന്ന ഒരു വിദ്യാസമ്പ്രദായമല്ല, എത്രയോ വിദ്യാസമ്പ്രദായങ്ങളുണ്ട്, എത്രയോ തന്ത്രമന്ത്ര യന്ത്രങ്ങൾ നിലനിൽക്കും. എല്ലാത്തിനും ഗുരുക്കന്മാരുണ്ട്. ആ ഗുരുത്വം ശിഷ്യന്മാരുടെ അധികാര ഭേദമനുസരിച്ച് യോഗ്യത ഭേദമനുസരിച്ച് പല വിദ്യാസമ്പ്രദായങ്ങളിലൂടെ വെളിപ്പെടുകയാണ്. അതുകൊണ്ട് ഒരു വിദ്യാസമ്പ്രദായം മറ്റൊന്നിനെ പഴിക്കുന്നതും ശരിയല്ല. അദ്വൈതം കേവലമാണ്, ദ്വൈതം മോശമാണ്, അതിലും മോശമാണ് വിശിഷ്ടാദ്വൈതം, അതിലും മോശമാണ് മറ്റൊന്ന്, അങ്ങനെ കരുതുന്നതും അബദ്ധമാണ്. ഒരേ ഒരു പരമാത്മതത്വം പല ഗുരു രൂപങ്ങളെ സ്വീകരിച്ചുകൊണ്ട് പല സമ്പ്രദായങ്ങളിലൂടെ പല വിദ്യകളെ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ആ പരമഗുരു എന്ന് പറയുന്നത് ആ പരമാത്മ തത്വത്തെ, ഇനി ഗുരുവിന്റെ ഗുരുവിനെയും പറയും പരമഗുരു എന്ന് പറയും. ആ രീതിയിലും ആകാം, അല്ലെങ്കിൽ ഏക തത്വത്തെ ആകാം. അത് കഴിഞ്ഞടുത്ത് വ്യക്തിപരമായി പറയുന്നു എന്റെ അജ്ഞാനത്തെ നശിപ്പിച്ച ഗുരു എന്നാണ് അടുത്ത കാര്യം പറയുന്നത്. യത് പ്രജ്ഞാലോകഭാസ പ്രതിഹതിമഗമത് സ്വാന്തമോഹാന്തകാരോ മജ്ജോന്മജ്ജ ഭൂരേ ഹ്യസകൃത് ഉപജനോ ധന്വതിത്രാസനേ മേ. ഹ്യസകൃത് ഉപജനോ ധന്വതിത്രാസനേ മേ യത്പാദാവാശ്രിതാനാം ശ്രുതിശമ വിനയപ്രാപ്തിരഗ്ര്യ ഹ്യമോഘ തത്പാദോ പാവനീയോ ഭവഭയവിനിതോ സർവഭാവൈർനമസ്യേ. ഈ ശ്ലോകങ്ങളെല്ലാം വളരെ കാവ്യഭംഗിയുള്ളതുമാണ്, വളരെ തത്വഗർഭവുമാണ്, വളരെ അന്തസാരമുള്ള ശ്ലോകങ്ങളാണ്. ഭാഷ്യം അതുപോലെയാണ്. അടുത്ത് പറയുന്നു എന്താണ്? മേ, എന്റെ മോഹാന്തകാരം, എന്റെ മോഹാന്തകാരത്തെ നശിപ്പിച്ചു, എന്റെ മോഹത്തിനെല്ലാം കാരണമായിരിക്കുന്ന അന്ധകാരത്തെ, അജ്ഞാനാന്ധകാരത്തെ നശിപ്പിച്ചവൻ, അല്ലെങ്കിൽ എന്റെ മോഹം തന്നെയാകുന്ന അന്ധകാരത്തെ നശിപ്പിച്ചവൻ, അത് തന്നെ ഒരു അന്ധതയാണ്. അതങ്ങനെ യത് പ്രജ്ഞാലോകഭാസ, ഏതൊരുവന്റെ പ്രജ്ഞയാകുന്ന ആലോകം, പ്രജ്ഞയാകുന്ന വെളിച്ചം, അതിന്റെ ഭാഷ, അതിന്റെ പ്രഭ കൊണ്ട് എന്നർത്ഥം. സൂര്യൻ ആലോകമായിരിക്കുന്നു, അതിന്റെ പ്രഭയാണ് നമ്മുടെ ശരീരത്ത് പതിച്ചിരിക്കുന്നത്. അതുപോലെ ഗുരുവിന്റെ പ്രജ്ഞയാകുന്ന വെളിച്ചം, ആ വെളിച്ചത്തിന്റെ ചെറിയ പ്രഭ കൊണ്ട് തന്നെ, അതിന്റെ സാമീപ്യം കൊണ്ട് തന്നെ എന്താണ്? എന്റെ മോഹാന്ധകാരം നശിച്ചു എന്നാണ്. ഗുരുവിന്റെ ആ പ്രജ്ഞ അതിന്റെ പൂർണ്ണതയിലൊന്നും വേണ്ടി വന്നില്ല. ആ പ്രജ്ഞ അത്രയും മഹത്വമാണ്. എന്റെ ഈ മോഹാന്ധകാരത്തെ, ഞാൻ സ്വയം കഠിനമെന്ന് കരുതിയിരുന്ന, ദൃഢമെന്ന് കരുതിയിരുന്ന ഈ മോഹാന്ധകാരത്തെ അത് അതിന്റെ കേവലമായ പ്രഭ കൊണ്ടില്ലാതെ, ഈ ഭൂമിയെ പൊതിഞ്ഞിരിക്കുന്ന അന്ധകാരത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി സൂര്യന് ഭൂമിയിലേക്ക് വരേണ്ട കാര്യമൊന്നുമില്ല. സൂര്യൻ അതിന്റെ സ്ഥാനത്ത് എത്രയോ കോടാനുകൂടി മൈലകലെ അത് നിന്നാ മതി. ആ സൂര്യന്റെ ആലോകത്തിന്റെ നിസ്സാരമായ പ്രഭ, അതിന്റെ ഒരു ചെറിയ അംശം കൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ പറയുന്ന ഈ മോഹാന്ധകാരം, ഈ കൂരിരൽ, അത് നിസ്സാരമായി ഒഴിഞ്ഞു പോകുന്നു. പൂർണ്ണമായും എന്നേക്കുമായി അത് നശിച്ചു പോകുന്നു. അതാണ് എന്നിൽ സംഭവിച്ചത് എന്നിവിടെ പറയുകയാണ്. യത് പ്രജ്ഞാലോകഭാസ പ്രതിഹതി അഗമത്, പ്രതിഹതി പൂർണ്ണമായ നാശം.
ഇനി ഒരിക്കലും തിരിച്ചു വരാത്തതായ നാശം. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മൾ മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ അറിവുണ്ടാകുന്നു, നശിക്കുന്നു, ഉണ്ടാകുന്നു, നശിക്കുന്നു. ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ മോഹ അന്ധകാരം അത് ഏകമാണ്, ഒന്നേ ഉള്ളൂ. അത് നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഇരുള് പ്രകാശിക്കുന്നില്ല. ഇവിടെ അങ്ങനെയല്ല. ഈ ഭൂമിയിൽ പല ഇരുളുണ്ട്, പല വെളിച്ചമുണ്ട്. മെഴുകുതിരി വെളിച്ചമുണ്ട്, ബൾബിന്റെ വെളിച്ചമുണ്ട്, സൂര്യന്റെ വെളിച്ചമുണ്ട്. ഇവിടെ പല ഇരുളുകൊണ്ട് പല വെളിച്ചമുണ്ട്. അതുകൊണ്ട് ഒരു വെളിച്ചം പോയാൽ മറ്റൊരു ഇരുള് വരും, അത് പോകുമ്പോൾ വേറൊരു വെളിച്ചം വരും. സൂര്യനിൽ അങ്ങനെയാണല്ലോ, അവിടെ ഒരു വെളിച്ചമേ ഉള്ളൂ. ആ ഒരു വെളിച്ചത്തിൽ അവിടെ ഇരുളില്ല. അതുപോലെ എന്താണ് ഈ അന്ധകാരം, മോഹാന്ധകാരം അത് ഇല്ലാതാകുന്നു, പൂർണ്ണമായി ഇല്ലാതാകുന്നു ഈ വെളിച്ചത്തിൽ. പ്രതിഹതി അഗമത് സ്വന്തം മോഹാന്ധകാരം, എന്റെ ഉള്ളിലെ സ്വന്തം, എന്റെ മനസ്സിന്റെ അന്ധകാരം. ഇതൊക്കെ എവിടെയാ സംഭവിക്കുന്നത്? നിർഗുണവും നിരാകാരവും ആയിരിക്കുന്ന ആത്മതത്വത്തിലൊന്നും സംഭവിക്കാനില്ല. അവിടെ അജ്ഞാനവുമില്ല, വിജ്ഞാനവുമില്ല. പിന്നെ ഇതൊക്കെ എവിടെയാ സംഭവിക്കുന്നത്? മനസ്സ്. അതുകൊണ്ട് പറയുന്നത് എന്താണ്? മനസ്സിനാണ് ബന്ധവും, മനസ്സിനാണ് മോക്ഷവും. ആത്മാവിനെ മോചിപ്പിക്കേണ്ട കാര്യമില്ല. അതിനെക്കുറിച്ച് അതല്ലേ നിത്യമുക്തം എന്ന് പറയുന്നു. അപ്പൊ മോഹാന്ധകാരം സ്വന്തത്തിൽ, എന്റെ മനസ്സിലെ മോഹാന്ധകാരം അത് നശിച്ചു. എങ്ങനെയുള്ള? മജ്ജോന്മജ്ജശ്ച ഘോരേഹ്യസഹൃത് ഉപജന ഉദന്വതിത്രാസനെ. മോഹാന്ധകാരം ഉള്ള ഈ സമുദ്രത്തിൽ അസഹൃത് ഉപജനം, ആവർത്തിച്ചാവർത്തിച്ച് വീണ്ടും വീണ്ടും ജനിക്കുക, വീണ്ടും വീണ്ടും ശരീരത്തെ സ്വീകരിക്കുക, അങ്ങനെയുള്ള ഉദന്വതി. ഉദന്വാനെന്ന് വെച്ചാൽ സമുദ്രം. എങ്ങനെയുള്ള ത്രാസനെ? ഭയത്തെ ഉളവാക്കുന്ന സമുദ്രം. നേരത്തെ പറഞ്ഞ സംസാര സമുദ്രം. വിവേകിക്കത് ഭയത്തെ ഉളവാക്കുന്നതാണ്, അവിവേകിക്കത് മൂഢസുഖത്തെ നൽകുന്നതാണ്. ഇവിടെ വിവേകിയെക്കുറിച്ച് പറയുകയാണ്. ഇതാണ് മജ്ജൻ ഉന്മജ്ജൻ സ്റ്റ. അതാണ് വിവേകിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അതിലേക്ക് മുഴുകിപ്പോവും, ഇടയ്ക്കിടയ്ക്ക് അതിൽ നിന്ന് പുറത്തു വരികയും ചെയ്യും. എങ്ങനെ? ഇടയ്ക്കിടയ്ക്ക് ഈ ജീവൻ അന്ധകാരത്തിൽ മുഴുകുന്നു, സുഷുപ്തിയിലേക്ക്, വീണ്ടും ജാഗ്രത സ്വപ്നത്തിലേക്ക് ഉന്മജ്ജൻ വരുന്നു, പ്രകാശിക്കുന്നു. ഒരേ തുര്യൻ തന്നെ. ആ തുര്യൻ തന്നെയാണ് സുഷുപ്തിയിൽ മുഴുകിയിരിക്കുന്നു. മജ്ജൻ മുഴുകിയിരിക്കുന്നു, ഉന്മജ്ജൻ ജാഗ്രത സ്വപ്നങ്ങളിൽ ഉണർന്നു വരുന്നു. അതുപോലെ ജാഗ്രതയിൽ തന്നെ ഈ ജീവൻ, സാധകൻ എന്ത് ചെയ്യുന്നു? വിവേകത്തോടുകൂടിയിരിക്കുന്നു, അത് നഷ്ടപ്പെട്ടവനാകുന്നു. സന്മാർഗത്തിലിരിക്കുന്നു, ദുർമാർഗത്തിലിരിക്കുന്നു, ഏകാഗ്രമായിട്ടിരിക്കുന്നു, വിക്ഷിപ്തമായിരിക്കുന്നു. അതാണ് താഴുകയും പൊങ്ങുകയും ചെയ്യുക എന്ന് പറയുന്നു. അങ്ങനെയിരിക്കുന്ന അസഹൃത് ഭജന ഉദന്വതി ത്രാസന, വീണ്ടും വീണ്ടും ശരീരം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭയപ്പെടുത്തുന്ന സംസാര സമുദ്രത്തിൽ മുങ്ങുകയും പൊങ്ങുകയും ചെയ്യും. അതെങ്ങനെ? ഘോരമായിരിക്കുന്ന ഈ സമുദ്രത്തിൽ മുങ്ങുകയും പൊങ്ങുകയും ചെയ്തിരിക്കുന്ന എന്റെ മോഹാന്ധകാരം, അന്ധകാരത്തെ ഏതൊരു ഗുരുവിന്റെ പ്രജ്ഞാലോകാഭാസ, ആ പ്രജ്ഞാ പ്രകാശം കൊണ്ട് പ്രതിഹതി നാശത്തെ പ്രാപിച്ചത്. ഈ സംസാര സമുദ്രത്തിൽ മുങ്ങിയിരിക്കുന്ന എന്റെ മോഹാന്ധകാരം ഗുരുവിന്റെ പ്രജ്ഞാപ്രകാശം കൊണ്ട് നഷ്ടമായി. അവിടെയും താൻ ശ്രവണ മനനങ്ങൾ ചെയ്ത് അറിവിനെ ഉണ്ടാക്കി നശിച്ചു എന്നല്ല പറയുന്നു. അറിവെന്ന് പറയുന്നത് ഗുരുവിന്റെ അറിവാണ്. അറിവിന്റെ പ്രകാശം കൊണ്ടാണ് എന്റെ അന്ധകാരം നഷ്ടപ്പെട്ടത്. അവിടെ പോലും എന്താണ്? അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നു.
എന്നിൽ അറിവുണ്ടായി എന്റെ അറിവുകൊണ്ട് നശിക്കുന്നതാണ്. എന്നുവെച്ചാൽ ഈ അറിവ് ഒരു തരത്തിലുള്ള ഔദ്ധത്യത്തെയും ഉണ്ടാക്കത്തില്ല. ഔദ്ധത്യം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഞാനെന്നുള്ള ഭാവം. ഞാൻ ജ്ഞാനിയായി, എന്റെ അജ്ഞാനം നശിച്ചു, അങ്ങനെ ഒരു ഭാവം ഒരിക്കലും ആരിലും ഇതുണ്ടാക്കുന്നില്ല. അതല്ല, അത് തത്വത്തെ ഗ്രഹിക്കാത്തതുകൊണ്ട് പറയുന്നതാണ് ഒരാൾ, അല്ലെങ്കിൽ ഭാവിക്കുന്നതാണ് ഞാൻ ജ്ഞാനിയാണ്, മറ്റുള്ളവരെല്ലാം ജ്ഞാനികളാണ്. അങ്ങനെ ഭാവങ്ങളൊന്നും ഇവിടെയില്ല. ഇത് തന്നെ സംബന്ധിച്ച് മാത്രമല്ല, എങ്ങനെയാണോ തന്റെ അന്ധകാരം നശിച്ചത് അതുപോലെ യത് പാദവും ആശ്രിതാന, ആ ഗുരുവിന്റെ പാദങ്ങളെ ആശ്രയിച്ചിട്ടുള്ളവർക്കെല്ലാം ശ്രുതി ശമ വിനയപ്രാപ്തിരഗ്ര്യഹ്യമോഘ. ശ്രുതി ശ്രവണം, ഗുരുവിന്റെ സാമീപ്യം എന്തിനു വേണ്ടിയിട്ടാണ്? ആ തത്വശ്രവണത്തിന് വേണ്ടിയിട്ടാണ്. ആ ഗുരുവിനെ ആശ്രയിച്ചവർക്കെല്ലാം ആ ശ്രവണ സൗഭാഗ്യം അത് ലഭിച്ചിട്ടുണ്ട്, ആ ശ്രവണ സുഖം അത് ലഭിച്ചിട്ടുണ്ട്. അഗ്ര്യ, ഏറ്റവും ശ്രേഷ്ഠമായി ആ ശ്രവണത്തിൽ ആ തത്വം എത്രമാത്രം പ്രകാശിക്കാമോ അത്രമാത്രം. ആ തത്വം ഒന്നിലൂടെയും ഒരു മാധ്യമത്തിലൂടെയും പൂർണ്ണമായും പ്രകാശിക്കുന്നു. അത് പൂർണ്ണതയല്ല, അതുകൊണ്ടാണ് പറഞ്ഞത് അഗ്ര്യ. അഗ്രയാണ്, എത്രമാത്രം വെളിച്ചം ഉള്ളിൽ പകരാമോ അത്രമാത്രം. ശ്രുതി ശമം, അതിന് സഹായകമായി വരുന്ന ശമം. അതുപോലെ വിനയം, ഈ അറിവിനെ ശരിയായി ഗ്രഹിക്കുമ്പോൾ അത് ഒരു തരത്തിലുള്ള ഔദ്ധത്യത്തെയും ഒരു തരത്തിലുള്ള അഹംഭാവത്തെയും സൃഷ്ടിക്കുന്നില്ല. മറിച്ച് എല്ലാ അഹംഭാവങ്ങളെയും എല്ലാ മമതകളെയും നശിപ്പിക്കുകയാണ്. ഒരു തരത്തിലുള്ള പൊങ്ങച്ചും ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ജാടയും സൃഷ്ടിക്കത്തില്ല. അതല്ല, അതിനോട് പറയുന്നത് എന്താണ്? ശ്രുതി ശമ വിനയ, ഇത്രയും ഉണ്ടാകും. പ്രാപ്തിരഗ്ര്യ. ഏതൊരു പരമഗുരുവിന്റെ പാദങ്ങളെ ആശ്രയിച്ചിരിക്കുന്നവനെയാണോ ഇതെല്ലാം സംഭവിക്കുന്നത്, അതെങ്ങനെ അഗ്ര്യ, ഏറ്റവും ശ്രേഷ്ഠമായി, ഉത്തമമായി, അമോഘ, സഫലമായി. ഇതൊന്നും വ്യർത്ഥമായി തീരുന്നില്ല. ഇതതിന്റെ പരമമായ ഫലത്തെ നൽകിയിട്ടേ അവസാനിക്കത്തുള്ളൂ. അത് ഇത്രയും ശ്രേഷ്ഠമായ മഹാത്മ്യമുള്ള ഒരു തത്വത്തെ ഇവിടെ പരമഗുരു വെളിപ്പെടുത്തുകയും അത് എത്രയോ സമ്പ്രദായങ്ങളിലൂടെ, തലമുറകളിലൂടെ അത് എത്രയോ ശ്രോതാക്കൾ, മുമുക്ഷുക്കൾ അത് ഗ്രഹിച്ചുകൊണ്ടുവരിക്കുന്നു. ഇത് അനാദിയായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ഉപദേശിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. അനാദിയായ വിദ്യാപാരമ്പര്യം ഇത് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ നിഷ്ഫലമാകും? അതാകത്തില്ല എന്നാണ്. അമോഘ, അത് ഫലവത്താകുന്നതാണോ? ആ വിദ്യ ഒരിക്കലും വ്യർത്ഥമാകത്തില്ല. ഒരുപക്ഷെ അത് കാലത്തെ അപേക്ഷിക്കുമായിരുന്നു. അതുകൊണ്ടാണ് വിദ്യാപാരമ്പര്യം എന്ന് പറയുന്നത്. വിദ്യയ്ക്കൊരു തുടക്കം കൽപ്പിക്കുന്നില്ല. ഒരു പുസ്തകം പഠിക്കുന്നതോ ഒരു പുസ്തകവും തീർക്കുന്നതോ അല്ല. ഗ്രന്ഥത്തിന്റെ ആരംഭവും സമാപ്തിയല്ല വിദ്യയുടെ ആരംഭവും സമാപ്തി. വിദ്യയ്ക്ക് ആരംഭവും സമാപ്തിയും ഇല്ലാത്തതാണ്. എത്രയോ മുക്തന്മാര് ഉണ്ടായിട്ടും വീണ്ടും ഈ വിദ്യ പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതിനൊരു തുടക്കം എടുക്കുന്നില്ല. നമ്മൾ കരുതുന്നത് പോലെ ഒരു പുസ്തകം പഠിക്കുന്നതോ ഒരു പുസ്തകം അവസാനിപ്പിക്കുന്നതോ അല്ല വിദ്യ. അതുകൊണ്ടതിന് ഒരു ബന്ധവുമില്ല. വിദ്യ ഒരു പ്രവാഹമാണ്. അത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും, അനാദി അനന്തമായി. മുക്തനും അതിനെ തടുക്കാൻ പറ്റുന്നില്ല. എത്ര പേര് മുക്തന്മാരായി. അവരെന്ത് ചെയ്തു? ഈ സംസാരത്തെ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. പക്ഷെ വിദ്യയുടെ പാരമ്പര്യം അത് ആ തത്വം പോലെ തന്നെ അനാദി അനന്തമാണ്, സനാതനമാണ്. അതൊരിക്കലും നിഷ്ഫലമാകുന്നില്ല. അത് ഒരു ജീവനിൽ നിന്ന് മാറി വേറൊരു ജീവനിൽ, അല്ലെങ്കിൽ ഒരു ജീവനിൽ തന്നെ തുടർന്നുകൊണ്ട് അത് സഫലമായി തീരും.
അങ്ങനെയുള്ള വിദ്യ ഏതൊരു ഗുരുവിന്റെ പാദത്തെ ആശ്രയിച്ചിരിക്കുന്നവർക്കാണോ ഉണ്ടാകുന്നത്, തത്പാദോ, ആ പാദങ്ങളെ എന്ന് പറയുമ്പോൾ ആ ഗുരു തത്വത്തെ, കേവലം മാംസമയമായ പാദങ്ങളെയല്ല ഉദ്ദേശിക്കുന്നു, ആ തത്വത്തെ പാവനീയോ, അത് പാവനീയമാണ്, പരിശുദ്ധമാണ്, അത് സ്വയം പാവന സ്വരൂപമാണ്, മറ്റു സർവ്വജീവന്മാരെയും പാവനമാക്കുന്നതാണ്. അതുകൊണ്ട് പാവനീയമായിരിക്കുന്ന ഭവഭയവിനുദോ, ഈ ഭവഭയത്തെ, ഈ ജീവഭാവത്തെക്കുറിച്ച്, ഈ ജീവഭാവത്തിലുള്ള ഭയത്തെക്കുറിച്ച്, ആശങ്കകൾ, ഉത്കണ്ഠകൾ, ഇതിൽ ഉണ്ടാകുന്ന വികാര വിചാരങ്ങൾ, കാമക്രോധങ്ങൾ, ഭയലോഭങ്ങൾ എല്ലാം എന്തെല്ലാം ഇതിന് തടസ്സമായി നിൽക്കുന്നു, അതെല്ലാം ഭയമാണ്. ഈ തത്വം പ്രകാശിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന സർവത്തെയും വിനുദവും നശിപ്പിക്കുന്നതാണ് ആ പാവനീയ പാദങ്ങൾ എന്ന് പറഞ്ഞ് ഇവിടെ ഈ സർവത്തിൽ നിന്നും മുക്തനായിരിക്കുന്ന ആ ഗുരു തന്നെ എന്ത് ചെയ്യുന്നു, വീണ്ടും സ്വഗുരുവിനെ സ്മരിച്ചുകൊണ്ട്, അതാണ് മേ എന്നെടുത്ത് പറഞ്ഞത്, സർവഭാവൈഹി നമസ്യേ. എങ്ങനെയാണ് ഗുരുവിനെ നമസ്കരിക്കേണ്ടതെന്ന് അറിയത്തില്ല, അതുകൊണ്ട് പറയുന്നു സർവഭാവങ്ങളാണ്. എന്തെല്ലാം ഭാവങ്ങളാണോ തന്റെ അന്ധകരണത്തിൽ ഉയരുന്നത്, ആ സർവഭാവങ്ങളെ കൊണ്ടും സർവരൂപത്തിനും, നമ്മൾ സാധാരണ പറയണ്ടല്ലോ, ധനവും തനുവും മനവും എന്ന് പറയുന്നത് സർവത്തെയും അസാധാരണ രീതിയിൽ പറയും. ഇവിടെ ആധ്യാത്മിക സന്ദർഭത്തിൽ വരുമ്പോൾ എന്താണ്, ആന്തരികമായ എല്ലാ ഭാവങ്ങളാണ്. ഏത് ഭാവം വന്നാലും ആ ഭാവങ്ങളാലെല്ലാവരും ഗുരുവിനെ നമസ്കരിക്കുന്നു. അപ്പൊ ആത്യന്തികമായി അവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ആധ്യാത്മിക മാർഗത്തിൽ മറ്റെന്തൊക്കെ ആയാലും ശരി, ആദ്യവും അന്ത്യവും ചെയ്യേണ്ട ഇതൊന്നും മാത്രമല്ല, എന്താണ്, നമസ്തേ, ആ പരമഗുരുവിനെ, ആ പരമതത്വത്തെ തന്നെ ഗുരുവായി കണ്ട് നമസ്കരിക്കുന്നു. യത് പ്രജ്ഞാലോകഭാസ പ്രതിഹതിമഗമത് സ്വാന്തമോഹാന്തകാരോ മജ്ജോന്മജ്ജ ഭൂരേ ഹ്യസകൃത് ഉപജനോദന്വതി ത്രാസനേ മേ യത്പാദാവാശ്രിതാനാം ശ്രുതിശമവിനയപ്രാപ്തിർ അഗ്രാഹ്യമോഘ തത്പാദോ പവനീയോ ഭവഭയവിനുദോ സർവഭാവൈർനമസ്യേ. ഓം